വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടും നമുക്ക് ഇതുവരെ എമ്പുരാനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് നമുക്കും ഒരുപാട് വിഷമമുണ്ട്. നമ്മുടെ കമന്റ്സിലും പലരും പ്രകടിപ്പിച്ചൊരു വിഷമമാണ്. ഓക്കെ, പക്ഷെ അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു എപ്പിസോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എലിമെന്റ് ആയ അനീസ് ആൻഡ് ലതീഫിന്റെ ഡേറ്റ് കിട്ടണം. അങ്ങനെ അനീസ് ആൻഡ് ലതീഫിനെ അവസാനം കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ എപ്പിസോഡ് നമുക്ക് എമ്പുരാനെ പറ്റിയും എമ്പുരാന്റെ സറൗണ്ടിങ് നടക്കുന്ന കോൺട്രവേഴ്സീസിനെ പറ്റി സംസാരിക്കാമെന്ന്. അതാണ് ഇന്നത്തെ വിഷയം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, യെറ്റ് അനദർ വെൽക്കം ടു വിറ്റ് ടോക്സ്. സ്വാഗതം തന്നെയുള്ളൂ എമ്പുരാനെ കുറിച്ച് പറയുമ്പോ ഇവരാണ് എമ്പുരാനെപ്പോലുള്ള പ്രശ്നങ്ങളുണ്ടായത്. അതായത് കാവ്യയുടെ മറവിൽ നിന്നുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഭരത്. ഭരത്തിന്റെ ട്രൂ ലവാണ് ലക്ഷ്മി. ഭരത്തിന്റെ ഇവിടെ തുടങ്ങിയുള്ള ഭാഗം കാണണമെങ്കിൽ സ്റ്റാൻഡപ്പ് സെറ്റിന്റെ ലിങ്ക് ഇട്ടുണ്ട്. ഭരത്തിന്റെ ട്രൂ ലവാണ് ലക്ഷ്മി. അവര് രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭരത് പല റിലേഷൻഷിപ്സിലായിട്ടുണ്ടെങ്കിലും പുള്ളി മൂവ് ഓൺ ചെയ്തിട്ടില്ല. കാരണം ഏതൊരു റിലേഷൻഷിപ്പിലായാലും പുള്ളി എന്ന് പറയുന്നത് പറഞ്ഞാൽ ലക്ഷ്മിയുടെ അത്ര പോരാ, ലക്ഷ്മിയായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇതേപോലെയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു ശരാശരി ലാലേട്ടൻ ഫാനിന്റെ അവസ്ഥ. അതായത് അവര് എമ്പുരാൻ കണ്ടിട്ട് വന്ന് പറയുന്നത് ലൂസിഫർ പോലെ ആയിട്ടില്ല, ലൂസിഫർ പോലെ ഇല്ല എന്നത്. ഞാൻ പകുതി ഉറക്കത്തിലായതുകൊണ്ട് ഈ സെറ്റ് എഴുതണേൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തൊക്കെയായാലും എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണ്. തെറി വിളിക്കുന്നുണ്ട് എമ്പുരാൻ ഇഷ്ടപ്പെട്ടിടാം. ഞാൻ എൽവണ്ണിൽ തന്നെ പകുതി തൃപ്തനായിട്ടുള്ളൂ. പക്ഷെ ഇത് അല്ല ഇത് മേക്കിംഗ് ഭയങ്കര ഇതെന്തൊരു ലോജിക്കാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇതൊരു ഭയങ്കര വലിയ പടമാണ്, അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടണം അങ്ങനെയല്ല. ഇതിന് കൊടുത്തേക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അല്ല, ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മലയാളം സിനിമയുടെ വിജയമായിട്ട്, അല്ലാതെ ഇതൊരു ആശീർവാദ് സിനിമാസിന്റെയും ഗോകുലം ഗോപാലിന്റെയും ഒരു റിട്ടേൺസ് ക്യാപിറ്റലിസ്റ്റിക് ചിന്താഗതിയുടെ മുകളിൽ ഇതൊരു വലിയ മലയാള സിനിമയുടെ വിജയമാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ മലയാള സിനിമയുടെ എതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. അതാ പറഞ്ഞ മലയാളികൾക്ക് മൊത്തത്തിലൊരു ഇതുണ്ട്, ഈ പടം വിജയിക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഇതുണ്ട്. അല്ല, അത് ഒരു ആവശ്യമായി തീർന്നു. പക്ഷെ അതിന് മുന്നേ ആയിട്ട് അത്യാവശ്യം ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഇറക്കിയ ഒരു സിനിമയാണ് അല്ലെ. എന്തോരം ഇന്റർവ്യൂ എടുത്തു, തെലുങ്കിൽ കൊടുക്കുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു, എവിടെ കൊടുക്കുന്നു. അതിനുള്ള ഗുണമുണ്ടായി. പക്ഷെ പടം അത് ഇനീഷ്യലി അത് മീറ്റ് ചെയ്തില്ല എന്നുള്ളത് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇല്ല, അങ്ങനത്തെ ഒരു മസാല ഇല്ല ഇതില്. അതായത് 10 മിനിറ്റ് കൂടുമ്പോ രോമാഞ്ചം കൊള്ളിക്കുന്ന സീനുകളോ ഫൈറ്റുകളോ ഇല്ല. ഇത് ഭയങ്കരമായിട്ട് കഥയിലേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് പോണൊരു ഇതാണ് കഥ. കഥയുണ്ട്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പാനിന്റെയും പടത്തിന്റെ മസാല ഒന്നുമില്ല. ഒരു അങ്ങനെ നമുക്ക് അവസാനം മോഹൻലാലിന് പൃഥ്വിരാജിനെ കാണുമ്പോ കിട്ടുന്ന ഒരു രോമാഞ്ചേ ഉള്ളൂ. ഇതിപ്പോ അജിത്തിന്റെ സിനിമ കണ്ട പോലെ തന്നെ. പക്ഷെ അത് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് മോഹൻലാലിന്റെ കാട്ടിലെ ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതും കുറെ ലൂസിഫറിന്റെ നൊസ്റ്റാൾജിയയിൽ ഓടിയ പടമല്ലേ. അതില് കടകളെ പോലെ ആ സീന് രസമുണ്ട്. ഞാനും ഫസ്റ്റ് ഡേ ലാലേട്ടൻ വന്ന് ഇറങ്ങുന്ന മൊമെന്റിൽ നമ്മളൊരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു കിടുക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടുന്നില്ല, അത് കിട്ടിയില്ല സത്യം പറഞ്ഞ എനിക്കായാലും. ഇതിന് ശേഷം ഈ കോൺട്രവേഴ്സിക്ക് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കണ്ടു. സ്വന്തമായിട്ട് ആ വ്യത്യാസം എന്നിട്ട് ദേവന്റെ അടുത്ത് വെച്ചു
രണ്ടാമത് കണ്ടത് കിടിലം കേട്ടോ, ഞാൻ കാണത്തില്ല. രണ്ടാമത്തെ വല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ മോശം പോസ്റ്റർ ഇത് മാറി, പേര് മാറ്റിയവര്. അത് ആ മറ്റേ പേരുമായിട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. ഞാൻ സംശയം ചോദിക്കട്ടെ, റേപ്പ് സീൻ കട്ട് ചെയ്തോളൂ. ഓക്കെ, 24 കട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്ന് പറയുമ്പോ ഈ പേര് ഒരു പേര് തന്നെ സിനിമയിൽ ഒരു 20 തവണ പറയുന്നുണ്ടെന്ന് വെച്ചോ, അപ്പൊ അത് 20 കട്ടാണ്. ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ തള്ളിയാലല്ലേ ആൾക്കാർ വീണ്ടും വരും. ബാബയുടെ പേരില് അല്ല, ആ പുള്ളിയുടെ പേര് പിന്നീട് പറയുന്നത് ഓക്കെ. ഇത്രയും പൈസ മുടക്കി സാധനം എടുത്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അതില് കട്ട് ചെയ്യാനൊന്നും ഇല്ലടാ ഇതില്. എനിക്ക് ഈ സാധനം ഊതിപ്പൊരിച്ചൊരു കോൺട്രവേഴ്സി പോലെ. ലൂസിഫർ ഇഷ്ടപ്പെടാത്ത 2 ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന്, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് കള്ളം പറയുന്ന, കാരണം സംഖ്യ എന്ന് വിളിപ്പേര് കിട്ടാതിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് കള്ളം പറയുന്ന കുറെ ആൾക്കാരും. പിന്നെ രണ്ടാമത് സംഖ്യകൾക്ക് ഈ സിനിമ ഒട്ടും വർക്കായിട്ടില്ല. സംഖ്യകൾ പറയുന്നത് പക്ഷേ ഇതിലെല്ലാം കട്ട് ചെയ്ത് കളയണം എന്നാണ്. പക്ഷെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ സിനിമ 45 മിനിറ്റേ കാണുള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? പൃഥ്വിരാജ് ആട് ജീവിതത്തിൽ നിന്ന് കുറെ സീൻ എടുത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്തിടണം. പുള്ളി ആ മരുഭൂമി തന്നെ ആയിരുന്നല്ലേ നിക്കുന്നേ. അവർക്ക് വേണ്ടായിരുന്നെങ്കിൽ ഈ ഹിന്ദുക്കളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി സായിദ് മസൂദിനെ വില്ലനാക്കി അവസാനം ഇറാഖിൽ ഇങ്ങനെ വിളിക്കാതെ ഇങ്ങനെ അവിടെ നോടി പറഞ്ഞത് ആട് ജീവിതമാക്കി സെക്കൻഡ് ഹാഫ് പിടിച്ച്. അപ്പൊ കഥയിലോട്ട് കേറുന്നതിന് മുന്നേ ആയിട്ട് ഈ സാധാരണ ഈ മാസ് പടങ്ങൾ വരുമ്പോ ഇല്ല, അവര് ക്യാരക്ടേഴ്സ് റിവീൽ ആയിരുന്നു. ഒന്ന് ഡാനിയൽ റാവുത്തർ, അത് അവര് റിലീസ് ചെയ്തു. പിന്നെ പ്രണവ് മോഹൻലാൽ അവസാനം വരുന്നത് പോസ്റ്റർ ഇറക്കി. പറഞ്ഞ് വേറെ പോസ്റ്റർ ഇറക്കേണ്ടി വന്നു. പ്രണവ് മോഹൻലാൽ നിൽക്കുന്നതോ? അതെ അതെ, അത് അല്ല, അത് പ്രണവ് മോഹൻലാൽ, അത് പ്രണവ് തന്നെയാണ്. ആരെങ്കിലും പറഞ്ഞോ അത്? എനിക്ക് ഫസ്റ്റ് ഡേ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അത് പ്രണവ് മോഹൻലാലാണ്. ഇല്ല അല്ല, എനിക്ക് ഞാൻ വിചാരിച്ച ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു അത്ര തടിയല്ല, ഒരു അവന്മാരൊരു ഗ്ലോ കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലോയിൽ ആക്ച്വലി ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ചിലപ്പോ ആ ഒരു അല്ല, എനിക്ക് മനസ്സിലായില്ല പ്രണവ് മോഹൻലാലാണ് ശരിക്കും. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴാണ് ആന്റണി പെരുമാറിന്റെ മോനയിലുണ്ടെന്ന്. അതെന്താണ് ആന്റണി പെരുമാറിന്റെ മോൻ ഇതിന്റെ അകത്തൊക്കെ ചിലപ്പോ സാധ്യതയുണ്ട്. ആള് വന്നു പോയൊരു മിന്നായത്തിൽ ഇവരുടെ ബാക്ക് സ്റ്റോറിക്ക് ചിലപ്പോ പറയായിരിക്കും. അത് മോഹൻലാലിന്റെ നമുക്ക് അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള ഉണ്ട്. അതിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ട്. കാരണം എനിക്ക് L3 സ്ക്രിപ്റ്റ് അറിയാം. കാരണം ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചു നോക്കി. ഈ ദീപക് ഈ പറഞ്ഞ എല്ലാ പോയിന്റും ഒരു സ്റ്റാൻഡപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ല ഞാൻ പറയുന്നത്, ഈ മാസ് പടങ്ങൾ റിലീസ് വരുമ്പോൾ ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ആദ്യത്തെ ദിവസം പോയി കാണാറില്ല. ഇപ്പൊ ലാസ്റ്റ് എപ്പിസോഡിന് വേണ്ടിട്ട് ബസൂക്ക പോയി കണ്ടു. ചില കാണേണ്ടി വരും. പക്ഷെ പറയാം, അല്ല എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഡേ ഷോ കണ്ടുന്നുണ്ടെങ്കിലും ഞാൻ കേരളത്തിലല്ല കണ്ടത്. ഞാൻ തമിഴ്നാട് മധുരയിലാണ് പോയി കണ്ടത്. താണ്ഡവങ്ങൾ തീ പിടിച്ച ടിക്കറ്റ് ഇവിടെ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം മധുരയിൽ പോയാണ് എമ്പുരാൻ കണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് പോയി മധുരയിൽ പോയിട്ട് കാണാൻ. അവിടെ ഐനോക്സിലാണ് ഞാൻ കണ്ടത്. സൗണ്ടും ഇത്രയും തല്ലിപ്പൊളി സ്ക്രീനും അവിടത്തെ. അതായത് നമ്മള് വീട്ടില് OTT കണ്ട ഇത്തിരി കൂടി രസം ഉണ്ടായിരുന്നു. ആ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സാധനമൊക്കെ വരുമ്പോ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ രണ്ടാമത് വന്നിട്ട് ഷേണൈസിലല്ല, ഷേണൈസിൽ കണ്ടപ്പോ അല്ല അതല്ല കൊള്ളാം. ആ സ്ക്രീനും അറ്റ്ലീസ്റ്റ് സൗണ്ട് എങ്കിലും കൂടുതലുണ്ടാ. സൗണ്ട് കൂടുതലുണ്ട്. സൗണ്ട് ഭയങ്കര കൂടുതലോ? പക്ഷെ ഇത്തിരി കൂടുതലാ. അല്ല അവിടെ ഇല്ല, അവിടെ വലിയ കാര്യമായ സൗണ്ട് ഇല്ല. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് കണ്ടപ്പോ തോന്നി കുറച്ച് ഇത് ഫസ്റ്റ് ഡേ ഒക്കെ കാണുമ്പോ ഫാൻസിന്റെ കൂടെ ഒക്കെ ഇരുന്ന് കണ്ടാൽ എന്നാലും അതിൽ ആകെ കൈയ്യടി കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് ആളെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സീൻ വേണമെങ്കിൽ കൈയ്യടി. പിന്നെ കാട്ടിലെ ഫൈറ്റിന് ചിലപ്പോ ഫസ്റ്റിലെ ഗംഭീര ഇതുണ്ടായിരുന്നു. ഇതിന്റെ നല്ല എൻട്രി സാഗർ ഇലിയാസ് ജാക്കി എൻട്രി ആയിരുന്നു അല്ലേ?
അത് കുറച്ചുകൂടെ മാസമായിരുന്നു. സാഗർ ഇലിയാസ് ജാക്കിയിലും മോഹൻലാൽ. അല്ല അതിൽ പക്ഷെ എങ്ങനെയായിരുന്നു പുള്ളിയുടെ എൻട്രി എങ്ങനെയായിരുന്നു പുള്ളി ഇങ്ങനെ പോലീസായിട്ട് എനിക്ക് മൊത്തം ഇവര് സാധനം പിടിക്കുമ്പോ ഫുള്ളൊരു ഒറ്റ ഒരു എനിക്ക് പലപ്പോഴും തോന്നിയത് ഇതിൽ മറ്റാളുടെ ഡൂപ്പ് ചെയ്യാറുള്ള ഒരാളില്ല. മുകേഷ് മുകേഷ് നായർ. ഡൂപ്പ് ചെയ്യുന്നല്ല, ആ ഒരു ലുക്ക് ഉണ്ട്. ആളെ വെച്ച് വേണമെങ്കിലും ചെയ്യായിരുന്നു. മോഹൻലാല് കോണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മോഹൻലാലിന്റെ മോൻ AI. ആ കുടുംബത്തിനോടെന്തോ ദേഷ്യമുണ്ടെന്ന് അല്ല തോന്നുന്നു. ലാലേട്ടന് ശരിക്കും പറഞ്ഞാൽ മുണ്ട് ലുക്ക് അത് കിടിലായിരുന്നു. അല്ലേ? ഈ അങ്ങനെ ഇത് ബാക്ക് കണ്ടിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കാണാൻ ഒരു സ്റ്റൈലാണല്ലേ. പിന്നെ ആ എല്ലും കൊള്ളായിരുന്നു ഓവറല്ലേ കത്തിച്ചോണ്ടിരിക്കുക താഴെ ഇടുന്നു. അല്ലാതെ ഓർഗാനിക് നോക്കുകയാണെങ്കിൽ മരത്തിന്റെ എല്ലിനേക്കാൾ ഹാപ്പൻ ചെയ്യാൻ സാധ്യത കുരിശ്. മറ്റേ ഇറാഖ് ഹോസ്റ്റോണിലായിരുന്നു. അത് സ്വാഭാവികമാണ്. പ്ലസ് എന്നുള്ളതാണ് ഇടിച്ചു വീഴാൻ എല്ല് ഫോം ചെയ്യുന്നത്. മരമായിരുന്നു പുള്ളി രാജു കൈ നിന്നിട്ട് കളിച്ചില്ല. വേറെ ഏതൊക്കെ ഫോക്കസ് ചെയ്യുക, ഇന്റർവെൽ എല്ലാരും എല്ലിടും. എന്തിനാണ് അവര് പോസ്റ്ററിൽ 2 ഇട്ടിരിക്കുന്നത്? A.A എന്തെങ്കിലും അതിന് കാര്യം ഉണ്ടാവായിരിക്കും. ആൾക്കാർ അസ്രായേൽ എടുത്തിട്ട് എഴുതിയിട്ട് അസ്രായേലിനകത്ത് 2 A ഹൈലൈറ്റ് ചെയ്തത്. അസ്രായേൽ മീൻസ് ഡെത്ത് ആണ് ഇസ്ലാമിക് ഇതനുസരിച്ച്. ക്രിസ്ത്യാനിറ്റി അസ്രായേൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജിബിലിൽ ടോട്ടൽ മലക്കുകളുടെ ഏഞ്ചൽസിന്റെ മരണം കൺട്രോളിൽ മരണം പിടിക്കുന്ന അസ്രായേലാണ്. അസ്രായേൽ ആൾക്കാരെ അതായത് യമദൂതൻ എന്ന് പറയുന്ന ആളാണ് അസ്രായേൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ. നിങ്ങളുടെ കേസിലാരാ? അതിന്റെ പേരുണ്ടോ? അങ്ങനെ നമ്മൾ ആര് ചത്താലെടുക്കും. അതുപോലെ ഡെത്തിനൊരു മാല കാണും. ലൂസിഫറിന് എനിക്കറിയാം, അസമൂദേന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയില്ലല്ലോ? അത് എന്റെ അമ്മ പ്രാർത്ഥന എത്തിക്കായിരിക്കുമ്പോ ഞങ്ങൾ ഉറക്കം തൂങ്ങുമ്പോ പറയുന്നത് വന്നു ലൂസിഫർ അസമൂദേൻ. എനിക്ക് ആ പേരാണ് ഇഷ്ടം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ലൂസിഫറിനെ അസമൂദേൻ അറിയാം. ലൂസിഫർ അതെ, ലൂസിഫറിന്റെ സാത്താന്റെ അസിസ്റ്റന്റ്. ലൂസിഫർ സാത്താന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അല്ലേ ലൂസിഫർ? അത് വിവരമുള്ളവർ കമന്റിൽ പറയട്ടെ. മറ്റൊരു പേര് അതല്ലേ ഇബ്ലീസ്, മഹിരാവണൻ. ലൂസിഫറിനൊക്കെ ഇന്ദ്രിയത്തെ എടുത്ത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട അതെന്തിനാന്ന് അറിയൂ? ഇവര് മാലാഖമാരാണ്, ഇവര് ദൈവമാവാൻ ശ്രമിച്ചു. നമ്മുടെ ഇത് കഥ തന്നെയാടാ. ഓഡിയൻസിന് വേണ്ടി പറഞ്ഞോളൂ. ഓക്കെ ശരി. ഇസ്ലാമിക് ഇതനുസരിച്ചുള്ള കഥ തന്നെ സാത്താൻ അല്ലെങ്കിൽ ഷെയ്ത്താൻ എന്ന് പറയുന്ന സാധനം ഒരു മാലാഖയല്ല ശരിക്കും പറഞ്ഞാൽ. ഈ മാലാഖമാരുടെ ടീച്ചർ ഹെഡായിട്ടുള്ള ഒരാളായിരുന്നു ശരിക്കും ഇയാൾ. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദമിനെ സൃഷ്ടിച്ച ശേഷം ആദം എന്റെ കിടിലൻ സൃഷ്ടിയിലെ ഒരാളാണ് എന്ന് അള്ളാഹു പറഞ്ഞു. എന്റെ സൃഷ്ടികൾ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ തന്നെ ഈഗോ അടിച്ചു. അവിടെ തന്നെ ഈഗോ അടിച്ചു. കാരണം മറ്റേവര് കമ്പയർ ചെയ്യില്ല. അപ്പൊ ഇത് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചാണ് മനുഷ്യൻ എന്ന് പറയില്ല. മറ്റേത് തീ കൊണ്ടാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചത്, അതായത് ഇബ്ലീസിനെ സൃഷ്ടിച്ചത്. അപ്പൊ ഞാനാണ് ടോപ്പ് പ്രയോറിറ്റി ഉള്ള ആള്. ഞാനല്ല പുള്ളിയേക്കാൾ ബെസ്റ്റ് ക്രിയേഷൻ ഞാൻ തന്നെയാണ്. അപ്പൊ എല്ലാവരോടും ഇയാളെ മുട്ടുകുത്താൻ പറഞ്ഞു. എല്ലാ മലക്കളെയും സംസ്കാരത്തിലുള്ള ഒരു സ്റ്റെപ്പാണ്. ദൈവത്തിനോട് മാത്രമേ വണങ്ങാൻ പാടുള്ളൂ. അപ്പം ഈ ഏഞ്ചൽസിനെ എല്ലാം കൊണ്ട് പുള്ളിയെ സുജൂദ് ചെയ്യിപ്പിച്ച പുള്ളി തന്നെ കൊണ്ടത്. ഇതാരാണ് ചെയ്യിച്ചത്? ദൈവം തന്നെ. മനുഷ്യൻ അത്ര കിടിലാണ്. അതായത് മറ്റേ ക്രിസ്ത്യാനിറ്റി പറയുമല്ലോ ദൈവം അവന്റെ രൂപസാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യൻ അതിന്റെ തൊട്ട് താഴെ വരുന്ന ഉത്കൃഷ്ടമായ സൃഷ്ടിയാണെന്ന് മനുഷ്യൻ തന്നെ ഒരു വെപ്പുണ്ടല്ലോ, അത് ബൂസ്റ്റ് ചെയ്യുന്നതാണിത്. അപ്പോഴത്തേക്ക് ഒരാൾ ആദ്യത്തെ മാസ സിനിമ അല്ലേ, ഒരാൾ മാത്രം എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നോ. പുള്ളിയാണ് ലൂസിഫർ. അല്ല അത് പുള്ളി പറഞ്ഞ കറക്റ്റ് അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് മാത്രമേ വണങ്ങുള്ളൂ. അതിനകത്ത് പുള്ളി പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രം വണങ്ങുന്നതല്ല, ഞാൻ വലുതാണ്, ഐ ആം ദി ബെസ്റ്റ്, ഹീസ് നോട്ട് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിടത്താണ് അനുസരണക്കേടിന് പുള്ളി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതാണ് പുറന്തള്ളപ്പെട്ട മാലാഖ എന്ന് പറയുന്നത് പുള്ളി. അപ്പൊ അതാണ് ലൂസിഫർ. ഈ സിനിമയിലെ ലാലേട്ടൻ അങ്ങനെയാണ്. അതല്ലേ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദൈവപുത്രൻ. എന്നിട്ട് പുള്ളി ഏറ്റവും വിശ്വസ്തനായ ഡിസൈപ്പിൾ ആയിരുന്നു ശരിക്കും ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ. അപ്പൊ
പുള്ളി ചോദിച്ചു, ഞാനാണെങ്കിൽ ഇവർ കാണുന്ന പുറത്തായത്, അപ്പോൾ ഇതല്ല, ഇവർ നിങ്ങൾ പറയുന്ന ബെസ്റ്റ് അല്ലെന്ന് ഞാൻ തെളിയിക്കാം, എന്നിട്ട് ഞാൻ ഇവരെ വഴിതെറ്റിക്കും, അപ്പോൾ അതിനൊരു പെർമിഷൻ എനിക്ക് തരണം, നിങ്ങൾ അതിനകത്ത് ഇടപെടരുതെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചത് ഇവർ മോശമാണ്, ഇവർ ഭയങ്കര മോശമാണ്, ഞാൻ കാണിച്ചു തരാം, ഇത് മനുഷ്യർ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധനം എനിക്ക് കണ്ടറിയുന്നത്, നിങ്ങളെ കണ്ടറിയാം. അപ്പൊ ഇത് പുള്ളിക്ക് അറിയാലോ, നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കുന്നത് പുള്ളിക്ക് അറിയാലോ. പുള്ളി ശരി നീ നോക്കിക്കോ, അപ്പൊ എന്റെ വിശ്വസ്തരായ അല്ലെങ്കിൽ എന്നെ അനുസരിക്കുന്നതിൽ എന്തായാലും നിന്റെ ഇത് വീഴത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ട്രൈ ചെയ്യും ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി. ആൾക്കാരെ വഴിതെറ്റി പോവുകയാണെങ്കിൽ അത് ഇത്രയും പേര് ലൂസിഫർ പോയി കാണുമ്പോ അള്ളാഹുവിന് വിഷമം തോന്നൂലേ? ഇതായിരിക്കും ഇവിടെ ഇതിനകത്ത് പറയുന്നത്, ഇയാളെ നന്മയല്ല തിന്മയെന്നൊക്കെ പറയുന്നതിന്റെ റീസൺ അതാണ്. പുള്ളി ചെയ്യുന്നത് കുറെ ആൾക്കാർ എന്റെ റിവ്യൂവിനകത്ത് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കാൻ വേണ്ടി ഇപ്പൊ കണ്ടുപിടിക്കുന്ന പോയിന്റുകൾ. അതായത് ഇയാൾ മറ്റവരെ കൊല്ലുന്നു, അവരെ കൊല്ലുന്നു, ഇയാൾ ചെയ്യുന്ന മൊത്തം കൊലയും കൊലപാതകമാണ്. പിന്നെ ഇയാൾ എന്തിനാണ് കേരളത്തെ രക്ഷിക്കാൻ വരുന്നത്? അതായത് ഇയാൾ പറയുന്നത് BJP വന്ന എന്താ പ്രശ്നം വരുന്നത്, ഈ BJP വന്ന എന്ത് പ്രശ്നമില്ല, അതൊക്കെ തന്നെ ഇയാൾ വേറെ സ്ഥലത്ത് പോയി ചെയ്യുന്നത്. അപ്പോഴും മറ്റേ പോയിന്റാണ് ജസ്റ്റിഫിക്കേഷൻ. അല്ല, അതാ തിന്മയും തമ്മിലാണ് ഈ മത്സരം. ഇതിൽ ആരാണ് വലിയ തിന്മ, ആരാണ് ചെറിയ തിന്മ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വലിയ തിന്മയാണ്, ഇത് ഞാൻ അനുവദിക്കില്ല. വാർ ഓഫ് കമ്പാരിസൺസ് അല്ലേ? അത് പുള്ളി നല്ലതാണെന്ന് പുള്ളി പറയുന്നില്ല. ഇതിപ്പോ മുരളി ഗോപിക്ക് ഇത്രയൊക്കെ പ്ലാൻ ഉണ്ടോന്നുള്ളതാണ് നമുക്കറിയാത്തത്. പുള്ളി ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണോ? ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇത് നമ്മുടെ ഒരു ആവശ്യമായി തീർന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ജയിക്കണം എന്നുള്ളത്. കാരണം ഇതിനെതിരെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് വരുന്നു, ഈ മാപ്പ് കൊണ്ടല്ല നമ്മൾ ജയിക്കണം എന്ന് വിചാരിച്ചത്. ജയിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായത് മലയാളത്തിലെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കണ ഇല്ലല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അത് മേക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് വിജയിക്കണം എന്ന് നമുക്ക് ഉണ്ടായിരുന്ന ഒരു വികാരല്ലേ? എനിക്കുണ്ടായിരുന്നോ? അല്ല, ഒരു നല്ല സിനിമ വരുമ്പോ, എല്ലാ സെൻസിലും ഒരു നല്ല സിനിമ വരുമ്പോ നമ്മളത് ആഗ്രഹിക്കും. നമുക്ക് മിന്നൽ മുരളി വിജയിക്കണം എന്നല്ലോ, സൂപ്പർ ഹിറ്റ്. അതായത് ബാക്കി എല്ലാരും കണ്ടിട്ട് മലയാളത്തിലെ സൂപ്പർ ഹീറോ പടം കാണ് എന്ന് പറയുന്നത്, നീ അത് കണ്ട് നീ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നിനക്ക് ആ ഒരു സെന്റിമെന്റ്സ് സിമെന്റഡ് ആവുന്നത് അല്ലേ? അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ റിലീസ് ഉണ്ടായിരുന്നു അങ്ങനെ. അതായത് മിന്നൽ മുരളി അനൗൺസ് ചെയ്തപ്പോ ഇത് ഈ പടം എനിക്കുണ്ടായിരുന്നു, ആ ലെവലിലെത്തണം, വേറെ ലെവലിലെത്തണം. എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പടത്തിന്റെ ഇനീഷ്യൽ റിപ്പോർട്ട്സ് കുറച്ചൊക്കെ ആൾക്കാർ മോശം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ടീമിന്റെ നല്ലൊരു പ്ലാൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് പിണറായി പോകുന്നത് കാണണം എന്നുള്ളൊരു മെസ്സേജ്. പിന്നെ അതുപോലെ അതെ അതെ. അപ്പൊ ഇങ്ങനെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാവരും ഇത് നമ്മുടെ ഒരു ആവശ്യമായി തീരണം. അപ്പൊ ഒരു അടിപൊളി ഭയങ്കര ബ്രില്യൻ പരിപാടി. പക്ഷെ ഞാൻ ഇതിൽ വീഴില്ല, ഞാൻ ഇത് കാണുന്നില്ല. ഓക്കെ, മേ ബി OTT വരുമ്പോൾ നോക്കാന്നുള്ള മട്ടിൽ ഇരിക്കുമ്പോഴാണ് ED റൈഡൊക്കെ വരുന്നത്. ഓക്കെ, ഇനി ഇത് ശരിക്കും ഇങ്ങനെ അടിച്ചമർത്താൻ നോക്കാം, എന്നാ കാണണം. അങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ പോയി. ഞാൻ ഏറെക്കുറെ ഞാൻ അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഈ പറയണ ഈ വിവാദങ്ങളുടെ ഒക്കെ അതൊരു വെറുതെ ഒരു പുകമറ വന്നിരുന്ന എന്താന്ന് വെച്ചാൽ ഇവര് ഈ സ്ക്രിപ്റ്റിൽ ബാലൻസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവര് പറയണ ഫസ്റ്റ് ആ ട്രെയിൻ കത്തിച്ച് ഇവന്റ് വളരെ വ്യക്തമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഈവൻ ഇപ്പോഴും ന്യൂസിലോ ഇതിലുള്ളത് അത് കത്തിച്ചതാന്ന് ഉറപ്പില്ല എന്നുള്ളതാണ്. ഇവര് ഈ സിനിമയിൽ ഫസ്റ്റ് ടൈറ്റില് കാണിക്കുന്നത് അതൊരു പെട്രോൾ ബോംബ് ഇട്ട് കത്തിക്കുന്നതാണ്. അത് എറിയുന്ന കൈയും അത് ആരാണെന്ന് കാണിക്കുന്നതാണ് ഇവരെ ആരോപിച്ച ഫസ്റ്റ് പോയിന്റ്. പക്ഷെ അത് കണക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് തന്നെയാണല്ലോ. അതായത് ഇവര് കത്തിച്ചത് കൊണ്ടാണ് തിരിച്ച് മൊത്തം കാണിച്ചാൽ പറ്റിയ സിനിമയല്ലല്ലോ, ഡോക്യുമെന്ററി അല്ലല്ലോ, സിനിമയല്ലേ ഇത്. ഇതിപ്പോ തിരിച്ചവസാനം ലൂസിഫറിനെ പറഞ്ഞു വിട്ട് വരെ ഒരു 2000 മണിക്കൂർ സിനിമ. ആരാ കത്തിച്ചെന്നുള്ളത് ആൻഡ് അലിഗേഷൻ നിലനിൽക്കുകയും ഇത് കത്തിച്ചത് ഒരു സെറ്റ് ഓഫ് മുസ്ലിംസ് ആണെന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം കഴിഞ്ഞ് അതിന്റെ വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഡെപ്തും ഗ്രാവിറ്റിയും കുറഞ്ഞതിന് ശേഷം നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത് എന്താണെന്നുള്ള കാര്യത്തിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ അന്ന് എന്താ സംഭവിച്ചത് നമുക്ക് ഉറപ്പില്ലെന്നേ നമുക്ക് പറയാൻ ഇപ്പം പറ്റത്തുള്ളൂ. കാരണം ഇത്രയും വർഷം കഴിഞ്ഞു. 1, 2 നമ്മൾ ആ സ്ഥലത്തുള്ളവരല്ല. ഈവൻ അവിടെ ഉള്ളവർക്ക് പോലും ഇപ്പം എനിക്കറിയത്തില്ല പ്രോപ്പറായിട്ട് പറയാൻ പറ്റുമോ. പിന്നെ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല ക്രൈംസിൻ്റെയും അല്ലെങ്കിൽ സൊസൈറ്റിയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളുടെയും ഉള്ളുകളികൾ സിസ്റ്റം പുറത്ത് വരാതിരിക്കാൻ വേണ്ടി സിസ്റ്റം മാക്സിമം ട്രൈ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരളി ഗോപിയുടെ തന്നെ വേറെ സിനിമ കമ്മാര സംഭവം, അതിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുക. എനിക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ടിന് ആട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ജയിച്ച ആൾക്കാർ എഴുതി വെച്ചേക്കുന്നതാണ്. കാശുള്ളവന്റെയും ജയിച്ചവന്റെയും കഥയാണ് ഹിസ്റ്ററി. ഈവൻ ഹിസ്റ്ററി പോലും നമ്മളിവിടെ തിരുത്തുന്നുണ്ടല്ലോ. അത് അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ മുന്നേ നടന്ന ഇൻസിഡൻസ് അതിനൊക്കെ ഒരു വേറൊരു ട്വിസ്റ്റ് കൊടുക്കാൻ അത്യാവശ്യം പീപ്പിൾ ഇൻ പവർ
വിചാരിച്ചാൽ നടക്കും. അത് അത് ഓവർ ടൈം നടന്നിരിക്കുന്ന ഒരു കാര്യം അവിടെ ഒരു പ്രശ്നം എന്താ, പീപ്പിൾ ഇൻ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും BJP ആണ് നമ്മൾ പറയുന്നത്. അങ്ങനെയല്ല, പീപ്പിൾ ഇൻ പവർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇവിടെ ലോകത്ത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരേ ഉള്ളൂ, പൈസയും പവറും ഉള്ളവരും ഇതില്ലാത്തവരും. അതിൻ്റെ അപ്പുറത്തേക്ക് സത്യത്തിൽ നമ്മൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ ഒരു ഇതുമില്ല. ഇവര് ഉണ്ടാക്കുന്ന കുറേ ഡിവിഷൻസ് ഉണ്ട്. കളറിന്റെ പേരിലാവാം, ഭാഷയുടെ പേരിലാവാം, സ്റ്റേറ്റ് ബൗണ്ടറീസ് ആവാം, പൈസയാവാം, അല്ലെങ്കിൽ മതമാവാം, രാഷ്ട്രീയ ആശയങ്ങളാവാം. പക്ഷെ സത്യത്തിൽ 2 തട്ടേ ഉള്ളൂ ഇവിടെ, കാശും പിടിയുമുള്ളവനും ഇല്ലാത്തവനും. ഇവരെ തമ്മിൽ തിരിച്ചു നിർത്തേണ്ടത് ഈ മുകളിലുള്ളവന്റെ, അത് പവറും കാശും ഉള്ളവന്റെ ആവശ്യമാണ്. താഴെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഉണ്ടാവേണ്ടത് സിസ്റ്റം. അതിനവരെ പല പേരിട്ട് വിളിക്കുന്നു, അതിനെ പല പേര് നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത് വെച്ച് നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ആരും ഇത്തിരി പോകുന്ന ഒരു ഐലൻഡ് നേഷൻ ബ്രിട്ടീഷ്, അവര് വന്നിട്ട് ഇത്രയും വലിയൊരു മഹാസാമ്രാജ്യത്തിനെ, ഇത് മാത്രമല്ല ഇന്ത്യ മാത്രമല്ല, അവരെന്തോരാ അന്ന് കീഴടക്കിയത്. അവര് അവിടെ എല്ലാം യൂസ് ചെയ്ത ഒരു ടെക്നിക് എന്ന് പറഞ്ഞാൽ തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ. അവിടെയുള്ള ആൾക്കാരെ തമ്മിൽ അടിപ്പിക്കുക, അവരെ തല്ലാൻ വേണ്ടി അവരുടെ ആൾക്കാരെ തന്നെ അപ്പോയിന്റ് ചെയ്യുക അല്ലേ. ഇതിനെ ജോൺ പറഞ്ഞത് മാക്സിമം ഇവര് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന മാക്സിമം ബോധമുള്ളവരുത്തൻ, മിനിമം ബോധമുള്ളവരുത്തൻ എന്തായാലും ട്രൈ ചെയ്യും. അതായത് ഞാൻ എഴുതുമ്പോൾ ഇത് ബയസ്ഡ് ആവരുത് എന്നുള്ളത്. അതായത് ചിലപ്പോൾ അജണ്ടകൾ കാണും, അല്ലെങ്കിൽ ആശയം കാണും. ഇപ്പോൾ ഒരാൾ എഴുതും, ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതും, ഞാൻ ഈ പോയിന്റേ പിടിക്കത്തുള്ളൂ, ഈ പോയിന്റിൽ തന്നെ അടിക്കും എന്നുള്ളത്, അങ്ങനെ ചെയ്യും. പക്ഷേ ഈ സിനിമയ്ക്ക് അത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ബാലൻസ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പോളിസീസ് വീണ്ടും നമ്മുടെ പേരിൽ വീണ്ടും റൂൾ ചെയ്യാൻ പറ്റില്ല ഈ സാധനങ്ങൾ എന്നുള്ളത്. ഇപ്പം പറഞ്ഞ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് കത്തിയമെന്ന്, അതായത് തന്നെ കത്തിയതല്ലെന്നുള്ളതാണ് അപ്പം അതിന്റെ പോയിന്റ്. ഈ പറഞ്ഞ ആ ഗുജറാത്ത് ഇഷ്യൂവിലെ ഒരു ആരോപണം ഇതൊരു ആക്സിഡന്റ് ആണ്, വെളിയിൽ നിന്നല്ല കത്തിയത്, ഇന്നിൽ നിന്നാണ് കത്തിച്ചത്. ആ ഇന്നിൽ നിന്ന് അകത്ത് നിന്നാണ് കത്തിയത്. അതിനകത്ത് 2 സാധ്യതയുണ്ട്. ഒന്ന് ആക്സിഡന്റ് ആണ്, സംഭവിച്ചു പോയി കുക്കിംഗ് ഇതിൽ നിന്ന്, അത് ഭയങ്കര വിഡ്ഢിത്തരായിരുന്നു. പക്ഷെ അതിന് അവിടെ വേറൊരു റിപ്പോർട്ടുണ്ട്, അതായത് കത്തിയത് പെട്രോളാണ്. അതപ്പം കെറസിൻ അല്ല, ആരും കെറസിൻ ഒഴിക്കേണ്ട ഇതിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കത്തില്ല. സോ ആക്സിഡന്റ് അത് റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും അലിഗേഷൻ ഉണ്ടാകുന്ന ആക്സിഡന്റ് ആണ്. 2, ഇത് സ്റ്റേജ്ഡ് ആണ്. മീൻസ് ഇന്നിൽ നിന്ന് അകത്തുനിന്ന് കത്തിക്കുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് വിങ് സപ്പോർട്ടേഴ്സിന്റെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു അടി അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യപ്പെടുക. അതായത് നമ്മൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ ഇത് 2 ആരോപണം അതിനകത്ത്. അകത്തുനിന്ന് കത്തിന്ന് 2 സാധ്യത അതിനകത്ത്. ഈ 2 സാധനം നിലനിൽക്കെ തന്നെ, അങ്ങനെ ഒരു തിയറീസ് ഓൾറെഡി നിലനിൽക്കെ തന്നെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് ഒരു പെട്രോൾ ബോംബ് അകത്തേക്ക് വന്ന് വീഴുന്നതാണ്. അത് എവിഡൻ്റ്ലി ആരാ എറിഞ്ഞെന്ന് കാണിക്കുന്നില്ല, അത് വീണ് പൊട്ടി കത്തി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അവർ കാണിക്കുന്നത് മുസ്ലിങ്ങൾ ഓടി രക്ഷപ്പെടുന്നതിന് ചെല്ലുന്നത് സുഭദ്രാവിൻ്റെ അടുത്തേക്കാണ്. അതായത് ഒരു ഹിന്ദു സ്ത്രീ അല്ല, അവിടുത്തെ നാട്ടുപ്രമാണ ഹിന്ദു സ്ത്രീയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അവിടെ മതമല്ല, ഏതോ ചില ആശയങ്ങൾ തമ്മിലാണ് ശരിക്കും കോൺഫ്ലിക്റ്റ് എന്നാണ് അവരുടെയും ഐഡിയ. ഇവരിത് ഈക്വലി പ്ലേസ് ചെയ്യുമ്പോൾ ഇവർ കാണിക്കുന്നതാണ് ഈ മുസ്ലിങ്ങളെ അഭയം കൊടുക്കുന്ന ഹിന്ദു സ്ത്രീ അവരുടെ കൂട്ടരാണ്, അവർക്ക് വേണ്ടി മരിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ ഒരാൾ കണ്ണിങ് ആൻഡ് ക്രൂക്ഡ് ആയിട്ട് ഒരാളെ ചതിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്നതെന്നാണ് സിനിമ പറയുന്നത്. സോ പുള്ളി എഴുതിയപ്പോൾ മാക്സിമം ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം പുള്ളിക്ക് വേണമായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് പോലീസ് റൈറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തു, അല്ലെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല, ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര എലിമെന്റ്സ് ഇയാൾക്ക് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെയും പറയുന്നത് ഈ വരുന്ന ആള് ബാബാ ബൽദേവ് അല്ലെങ്കിൽ ബാബാ ബജ്രംഗി, ഈ ആള് ഈ വരുന്ന ആള് ആരാണെന്ന് എവിഡന്റ് ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷെ പിന്നീട് അയാൾ പൊളിറ്റിക്സിലെ ഏറ്റവും ടോപ്പ് ആളാണ്. അവിടെ വിഷയമുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്ന കിങ് മേക്കർ അന്ന് വരുമ്പോ അയാൾ ആരാണെന്ന് പറയുന്നില്ല ഇവർ 2 പേരും. പക്ഷെ പിന്നീട് ഇവർ 2 ഇന്ത്യൻ പൊളിറ്റിക്സിലെ ടോപ്പ് ആൾക്കാരാണ്. സോ അതൊരു പ്രശ്നമാണ്. പക്ഷെ അത് എവിഡൻ്റ്ലി ഇപ്പം പോലീസുകാർ വന്നിട്ട് കണ്ടുപിടിച്ചിരിക്കും. ഇപ്പോൾ ചില സ്ഥലത്ത് അവിടെ അന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരു മുൻ MLA, മുസ്ലിം MLA, പുള്ളി വിളിച്ചിട്ടും പോലീസ് സ്റ്റേഷൻ മരിച്ചില്ല, അയാൾ വിളിച്ചിട്ട് പോലും പോലീസ് സ്റ്റേഷൻ ആരും വന്നില്ല. അങ്ങനത്തെ വലിയ അലിഗേഷൻസ് ഉണ്ട്. ഇതേ ആര് തുടങ്ങി എന്ന് തുടങ്ങി എന്നുള്ളതിനേക്കാൾ ഇതുകൊണ്ട് ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. പിന്നെ ഇവിടെ മുസ്ലിം ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ഇഷ്യൂ ഒന്നും വേണമെന്നില്ല. നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾ മതി. നമ്മൾ വർഷങ്ങളായിട്ട് അതിൻ്റെ പേരിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാവാം, ചിലപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോഴും പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാണെന്ന് പറയുന്നത്. പക്ഷെ അതിന് മുന്നേ വർഷങ്ങളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഭിന്നിപ്പിലാണ് നാട്ടുരാജാക്കന്മാരും രാജാക്കന്മാരും ഭരിച്ചുകൊണ്ടിരുന്നത്. ഭിന്നിച്ച് നിർത്തി തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ തട്ടകങ്ങളായിട്ട് നമ്മൾ കേരളം എന്ന് പറയുന്നത് തന്നെ 10-40 ചെറിയ സ്റ്റേറ്റ്സ് ആയിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു. പക്ഷെ ഓവർ ടൈം എങ്ങനെ വന്നാലും അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാവുന്ന എന്താ പറയാ, നമുക്കറിയുന്ന ഒരു ഹിസ്റ്ററി അതല്ല, അവിടെ വ്യത്യാസം ഉണ്ടായി. പക്ഷേ ഓവർ ടൈം എനിക്ക് തോന്നുന്നു ഇപ്പൊ ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ രാജ്യം കുറച്ചുകൂടെ ബെറ്റർ ആയി ചിലപ്പോൾ മുന്നേ എത്തിയേനെ. പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാണ്. നമ്മുടെ നാട്ടിൽ
വെൽത്ത് ഈക്വൽ ആയിട്ട് ഇത് പോകുന്നില്ല. ഇവിടത്തെ ഏറ്റവും സമ്പന്നമായ രാജാക്കന്മാരുള്ള ഒരു രാജ്യമായിരിക്കും, പ്രജകളുള്ള രാജ്യമായിരിക്കില്ല. അതായത് കുറച്ച് പേരുടെ കയ്യിൽ തന്നെ സമ്പത്ത് നിൽക്കും, താഴെക്കിടയുള്ളവരുടെ കയ്യിൽ 1 രൂപ പോലെ എത്താത്ത രീതിയിലാണ് അന്ന് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര സമ്പന്നരായ രാജാക്കന്മാരുള്ള രാജ്യമായിരിക്കും, പ്രജകളുടെ. ഇങ്ങനെ പല പല രീതിയിൽ ആലോചിക്കാം, പക്ഷെ നമുക്കൊന്നും എന്താ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയല്ല. അല്ല, ഞാൻ പറയാം, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാർ വന്നിട്ടായിരുന്നു ഇന്ത്യ ഒരു രാജ്യമായിട്ടിരിക്കൂലായിരുന്നു, ഒറ്റ രാജ്യം. കാരണം യൂറോപ്പ് എന്ന കോണ്ടിനെന്റിന്റെയും കാട്ടി ഡിവേഴ്സാണ് ഇന്ത്യ എന്ന രാജ്യം. അതായത് യൂറോപ്പിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ പോയാൽ കാണുന്ന ആൾക്കാർ തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ പോയാൽ ഒരു സിമിലാരിറ്റി ഇല്ല. ഇന്ത്യ ഭയങ്കര ഭാഷയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യം വരില്ലായിരുന്നു. ഇപ്പൊ ട്രാവൻകൂർ ഒരു സെപ്പറേറ്റ് രാജ്യമായിരിക്കും. അപ്പൊ എനിക്ക് കൊച്ചിയിൽ പോഡ്കാസ്റ്റ് പറഞ്ഞ വിസ എടുത്തിട്ട് വരേണ്ട അവസ്ഥയായിരിക്കും. അപ്പൊ ആ ഒരു സാമൂഹിക നായകന്മാർ, സാമൂഹികോദ്ധാരണത്തിന് കൊടിപിടിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ആൾക്കാർ എന്തായാലും എല്ലാ കാലഘട്ടത്തിലും വരും. അവരെന്തിനാ ഒരുമിപ്പിക്കണേ? പക്ഷെ ഒരു ഫ്രീഡം, ബ്രിട്ടീഷ് എന്നൊരു വലിയ ഫോഴ്സിനെ നേരിടാൻ വേണ്ടിയിട്ടാണല്ലോ യൂണിഫൈഡ് ആയതും. നമുക്ക് കുറെ ജവഹർലാൽ നെഹ്റുവും മറ്റേ സർദാർ വല്ലഭായ് പട്ടേലും പോലെയുള്ള വലിയ നേതാക്കൾ ഉണ്ടാവുന്നത്. ഗാന്ധിജി ഡെഫിനറ്റ്ലി ടീഷർട്ട് ഇടേണ്ടി വരുമോ? ഗാന്ധിജി. നമ്മളിപ്പോ പറഞ്ഞ 2 പേര് എപ്പോഴും നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരെയാണ് കൂടുതൽ പറയുന്നത്. സവർക്കർ എന്നുള്ള പേര് ഞാൻ ചെറുപ്പത്തിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. ഞാൻ ഒരുപാട് ചിത്രകഥയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ സവർക്കർ നമ്മുടെ പ്രായം അല്ല എടാ, എനിക്ക് നമ്മൾ പറയുന്നത് ഇപ്പം ഏറ്റവും വലിയ അലിഗേഷൻസിൽ ഒന്ന്, അതായത് ഇപ്പൊ റൈറ്റ് വിങ് സപ്പോർട്ടേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെ അവരുടെ പൂർവിക നേതാക്കന്മാരൊക്കെ ഏതെങ്കിലും രീതിയിൽ എന്തും രാജ്യത്തിനെതിരായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അലിഗേഷൻ. ഇപ്പം ഇതൊരു 2-വേ വാറാണല്ലോ. അതായത് റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് തമ്മിൽ, അല്ലെങ്കിൽ പൈസ ഉള്ളതിന് ഇല്ലാതെ തമ്മിലുള്ള വാർ പോലെ തന്നെയാണല്ലോ റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ്ങും തമ്മിലുള്ള വാർ നടക്കുന്നത്. അപ്പൊ ഈ റൈറ്റ് വിങ് സപ്പോർട്ടേഴ്സിനെ പറയുന്ന ആരോപണങ്ങളൊന്നും, അവർ ഈ പറയുന്ന ഇപ്പം പറഞ്ഞ് ദേശസ്നേഹം പറയുകയും ചെയ്യുന്ന ആൾക്കാർ മുമ്പ് ഇത് ദേശസ്നേഹികളല്ലായിരുന്നു, അവർ ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞ ആരോപണം. ഇപ്പൊ സവർക്കറിനെ ഷൂ വർക്കർ എന്ന പേരിൽ ഷൂ വക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആരോപണമുണ്ട്. ഈ പറയുന്ന ഇപ്പൊ ഇങ്ങോട്ടേക്ക് ചെളിവാരി വരുന്നതിന് കാരണം അങ്ങോട്ട് എറിഞ്ഞു. ഇത് രാഷ്ട്രീയപരമായ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്, നമുക്കറിയാം. ആരോഗ്യപരമല്ലാത്തൊരു ഫൈറ്റ് നമുക്ക് ഇന്ത്യൻ ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, അന്ന് പുള്ളി ഹീറോ ആയിരുന്നു സവർക്കർ. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് ഹിസ്റ്ററി വീണ്ടും റീഅനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹിസ്റ്ററി ആൾക്കാർ തിരുത്താൻ നോക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ആരോപണങ്ങളിലിടയിലാണ് ഇപ്പം നമുക്ക് ഇപ്പം സംശയമുണ്ട്. അതായത് ഇപ്പം ഇന്ത്യ വിഭജിക്കാൻ കാരണം ആരാണെന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ശരിക്കും അതിനകത്തൊക്കെ തർക്കങ്ങളുള്ള വിഷയമായിരിക്കും. നമ്മൾ എപ്പോഴും അത് ജിന്നയുടെ നിലയിലാണ് വെക്കുന്നതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നോക്കി ഞാൻ പവർ പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തും അതിനകത്തുനിന്നൊരു വിട്ടുവീഴ്ചകളും കൊടുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ സവർക്കറിന്റെ കേസിൽ ആൾക്കാർ പറയുന്നത് പുള്ളി ഭയങ്കര ബ്രിട്ടീഷ് അനുഭാവിയായിരുന്നു, പുള്ളി ഇതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. ഒരു പ്രിവിലേജ് ഉള്ള ഒരാളായിരുന്നു. ഇപ്പം ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഹിന്ദുസിൻ്റെ ഇടയ്ക്ക് ഒരു കാസ്റ്റ് സാധനം ഉണ്ടല്ലോ, ക്ലാസ് സാധനം ഉണ്ടല്ലോ. അപ്പം ഒരു പോയിന്റിൽ ഇവരെല്ലാം വളരെ പ്രിവിലേജ്ഡ് ഒരു സെറ്റ് ഓഫ് ഹിന്ദുസാണ് നമ്മൾ പറയുന്ന ഈ സവർക്കറും ഇവരൊക്കെ. അപ്പം ബേസിക്കലി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനി വന്ന് എന്നെ റിക്രൂട്ട് ചെയ്താൽ ഞാൻ വർക്ക് ചെയ്യും, എനിക്കിതിൻ്റെ പാട് മനസ്സിലാവില്ലല്ലോ. എൻ്റെ ജീവിതം ആക്ച്വലി ബെറ്റർ ആവുകയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫോഴ്സുമായിട്ട് അലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇവരിതിൻ്റെ എഗെയിൻസ്റ്റോ പ്രോ അല്ലെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ടോ അങ്ങനെയല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട്, പണ്ട് സ്ലേവറി നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. കുറേ പേര് പറയില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ നോർമായിരുന്നു. അതായത് അന്ന് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം സ്വിഗ്ഗി ഓടുന്നത് ആക്ച്വലി ഒരു 10-15 വർഷം കഴിഞ്ഞാൽ നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടുവന്നല്ലോ എന്നുള്ള. അതായത് ഇപ്പോൾ സ്വിഗ്ഗി ഓടുന്നതെന്ന് പറയുന്നത് ഒരു ലെവൽ ഓഫ് ഒരു ചൂഷണമാണ് അല്ലേ? വെൽപെയ്ഡ് ആണോ? വെൽപെയ്ഡ് അല്ലല്ലോ, വെൽപെയ്ഡ്. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം അതൊരു ചൂഷണമാണെന്ന് വരുന്ന പോയിന്റ് വരെ നമുക്കിത് വളരെ ഒരു നോർമലൈസ്ഡ് സാധനമാണ്. അപ്പോൾ അന്നത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൊളോണിയൽ സിസ്റ്റമാണ്. അതിലാണെങ്കിൽ കാണുമ്പോൾ അതായിരുന്നു ആൾക്കാർ നോർമലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടായിരുന്നത്. ഇതിൻ്റെ എതിരെ ഒരു ചേഞ്ച് വേണം എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഈ സിസ്റ്റമായിട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പല ഹിന്ദു അപ്പർ ക്ലാസ് ആൾക്കാർക്കും. അപ്പോൾ അവരുടെ ഒരു നേതാവ് എന്ന രീതിയിൽ സവർക്കറിന് ഇത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ശരിക്കും പുള്ളി ജയിലിൽ പോയിട്ടുണ്ട്. ആൻഡമാൻ ജയിലില്
പുള്ളിയുടെ പേരിൽ സെല്ലുണ്ട്, പുള്ളി കിടന്നതിന്റെ പ്രൂഫുണ്ട്, പുള്ളി ജയിലിൽ പോയിട്ടുണ്ട്. പുള്ളിക്കെതിരെ ആരോപണങ്ങളൊന്ന് പുള്ളി മാപ്പെഴുതി കൊടുത്തു, അതായത് തിരിച്ചിറങ്ങി എന്നുള്ള. പക്ഷെ പുള്ളി ഒന്നിൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാനും പറയില്ല, എന്റെ മുതലാളി അത് പറയില്ലേ, ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് എന്നെ അണ്ടിക്കുക അതിനകത്ത് ഞാൻ ചോദിക്കുന്ന പോയിന്റാണ്, നമ്മൾ ഈ നിശിതമായിട്ട് വിമർശിക്കുക, അതായത് റൈറ്റ് വിങ്സിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നേതാക്കന്മാരില്ല എന്ന് പറയാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ ചില ഹിസ്റ്ററി, നമുക്കറിയാത്ത ഹിസ്റ്ററി നമ്മൾ തട്ടിക്കളയുന്നുണ്ട്. അതായത് പുള്ളി ഒന്നിൽ കൂടുതൽ തവണ മാപ്പ് എഴുതിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ മാപ്പ് എഴുതുന്ന അർത്ഥം എന്താണ്? പുള്ളി മാപ്പ് എഴുതി തിരിച്ചു പുറത്ത് വീണ്ടും വർക്ക് ചെയ്ത അർത്ഥം ഒന്നുമില്ല എന്റെ അർത്ഥം. അല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവരുടെ ഒരു നേതാവിനെ കരിവാരി തേക്കാനുള്ള ഒരു കഥയായിട്ട് നമുക്കത് കൂട്ടാം. പക്ഷെ അത്രേ ഉള്ളൂ. പക്ഷെ സിറ്റുവേഷൻ നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് രാജ്യത്തിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ ആരാണ് രാജ്യത്തിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത്? അവിടെയാണ് ഈ വ്യത്യാസം. ഒരിക്കലും ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ഭേദമെന്ന് പലപ്പോഴും തോന്നി. ആ ഭേദം അളക്കുന്നതിന്റെ അളവ് എന്താണ്? ഈ നമ്മളെപ്പോഴും ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിലെ തമാശയാണ് ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയമായിട്ട് മാറുന്നത്. അതായത് നമ്മളിതിൽ ഏറ്റവും തമാശയുള്ള രാഷ്ട്രീയമാണ് നമ്മൾ തമാശയാക്കുന്നത്. അതെ, ഏറ്റവും തമാശയുള്ള ആംഗിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പവറിലിരിക്കുന്നവർക്കാകെ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അത് പവറാണ്. ഇവരെ പവറിലിരുത്താനും ഇവരുടെ പവർ കുറച്ചുകൂടെ കൂട്ടാനും ഉള്ള രാഷ്ട്രീയം എന്താണോ അതാണ് അവരുടെ രാഷ്ട്രീയം. അല്ലാതെ മതവും ഇതൊന്നും അല്ല. ചിലര് ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ രാജ്യത്തിനെ സേവിക്കാൻ എനിക്കൊരു അവസരം തരുന്നത് ഇവരാണ്, അപ്പോൾ ഞാൻ ഇതിലോട്ട് പോകുന്നു. അങ്ങനെയല്ലല്ലോ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരില്ല എന്ന് പറയുന്നു, അപ്പൊ ഞാൻ ഈ പാർട്ടി വിടുന്നു, അപ്പുറത്തുള്ളവർ എനിക്ക് ഇത് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും. അല്ല, പച്ചക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ. അതായത് ഇവര് റിസോർട്ട് പൊളിറ്റിക്സിനെ കുറിച്ച് ചാക്കിട്ട് പിടിക്കുന്ന ഫണ്ട് ഇവരെ വിശ്വസിച്ച് വീണ്ടും വോട്ട് ചെയ്തോണ്ടിരിക്കുക. അത് ആൾക്കാർ മണ്ടത്തരം കാണിക്കുന്നത് ഞാൻ പറയുള്ളൂ. അതാ പറഞ്ഞത്, കാശ് കിട്ടിയാൽ അറിയാവുന്ന കുറെ ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്യാം. പിന്നെ ബ്രിട്ടീഷുകാർ ഉള്ളത് കാരണം നമുക്ക് ഒരുപാട് മോശം ഉണ്ടായിട്ടുണ്ട്. അവര് കംപ്ലീറ്റ്ലി ലൂട്ട് ചെയ്ത് ഇപ്പൊ മലയാളത്തിൽ എന്താ പറയാ, പട്ടിണി, ദാരിദ്ര്യം, അത് അവര് മൂഞ്ചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ മൂഞ്ചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതും ഈ ഒരു ലെവൽ ഓഫ് ക്ലാസിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇന്നും പല നെഗറ്റീവ് ഫോഴ്സസും സാധനമുണ്ട്. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമല്ലാത്തത് നമുക്കൊരു പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അന്നും പ്രിവിലേജ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമായി തോന്നാതെ അവരിതേപോലെ ചില ഓർഗനൈസ്ഡ് സാധനങ്ങളുടെ കൂടെ പാർട്ടാവും, അകത്താകുമ്പോൾ മാപ്പ് പറയും, തിരിച്ചു വരും. അവർക്കത് അത്ര വലിയൊരു പ്രശ്നമല്ലായിരുന്നു. അതാ നിങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് കറക്റ്റാ, പൈസയാണ്. അല്ല, അത് ഇന്ന് ഓരോ കാലഘട്ടത്തിലും അന്ന് അപ്പർ ക്ലാസ്സിന് മാത്രമേ പൈസ ഉള്ളൂ. ഇന്ന് ആരുടെ കയ്യിലെ പൈസ ഉള്ളത് നമുക്കറിയില്ല. ഇന്ന് എല്ലാ ക്ലാസ്സിന്റെയും ചിലപ്പോ പൈസ ഉണ്ടാവും. ഇല്ല അല്ല, നമ്മൾ ഫിനാൻഷ്യലി അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞ സംസാരിക്കുക, അപ്പൊ കുഴപ്പമില്ല. ഫിനാൻഷ്യലി ഉള്ളൂ അപ്പർ ക്ലാസ്, അല്ലാതെ എന്തോ അപ്പർ ക്ലാസ്. എന്ത് കുറെ പേര് അവരുടെ അത് പിടിച്ച് ഇതാണ് അവരൊക്കെ മണ്ടന്മാരാണ്. ഇത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു പ്രശ്നത്തിന് കാഴ്ചപ്പാടിൽ. ഇപ്പൊ എല്ലാത്തിനും ഇപ്പൊ ഞാൻ ഒരുപക്ഷെ ഇന്നൊരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ അത് അനീതിയാണെന്ന് അറിയാമെങ്കിലും അത് എനിക്ക് സൗകര്യമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൻ്റെതിരെ സംസാരിക്കും. അങ്ങനെ തന്നെയാണ് 90% ആൾക്കാർ സ്ലേവറിയുടെ ടൈമിൽ നിന്ന്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ലേവറി മോശമാണ്, അത് ചെയ്തതെല്ലാം മൈരന്മാരാണെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും എൻ്റെ ജീവിതം അന്ന് ചിലപ്പോൾ എനിക്ക് രാവിലെ ബ്രിട്ടീഷ് ചായ കുടിച്ചാലേ എഴുന്നേക്കാൻ പറ്റുള്ളൂ, എനിക്ക് ട്രെയിനിൽ കയറണം, എനിക്ക് അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതം സൗകര്യപ്പെടുത്തുന്ന ഒരു സാധനമായതുകൊണ്ട് അതിൻ്റെ എതിരെ ഒരുപക്ഷെ കുറെ ആൾക്കാർ പ്രതിഷേധിച്ചു. സംഭവത്തില് സിനിമയാക്കണ സീനില് പറയണില്ലേ, ബ്രിട്ടീഷുകാർ വന്നത് എന്തിനു നന്നായി, അവര് റോഡ് ഉണ്ടാക്കി, ഇതുണ്ടാക്കി, അവര് നല്ല സൗകര്യമാക്കി ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ പറയണേ. കമാരസംഭവം ആക്ച്വലി അടിപൊളി സിനിമയാണ്. എല്ലാ സിനിമകളും അത്യാവശ്യം നന്നായി പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യും. അത് സിനിമയാക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നിയത്. അതിനെ പൊളിറ്റിക്സ് നന്നായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അതൊരു നല്ല സിനിമ ആവണ്ടോ എന്നുള്ളത് എനിക്ക്. നല്ല സിനിമയല്ലേ, അതിന്റെ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, സെക്കൻഡ് ഹാഫിൽ നെടുമ്പള്ളി നല്ലതാണ്, ഖുറേഷി എബ്രഹാം അതേപോലെ എന്നുവെച്ചാ അതിൽ മറ്റേ ദിലീപ് നല്ലതാണ്. പക്ഷെ പിന്നെ മറ്റേ റെവല്യൂഷണറി ആയിട്ട് വരുന്ന
അത്ര വർക്കായിട്ടില്ല. അത് നമ്മൾ ഓൾറെഡി അവനെ നമ്മൾ വളരെ ഒരു മൈരൻ ക്യാരക്ടറായിട്ട് കണ്ടു കഴിഞ്ഞു. പിന്നെ അവനെ രണ്ടാമത്തെ ഹാഫില് ഒരു എനിക്ക് അങ്ങനെ തോന്നണ്ടേ, ശരിക്കും പറഞ്ഞാൽ തോന്നണം. പക്ഷെ അത് എനിക്കൊന്ന് ആൾക്കാർ തിയേറ്ററിൽ കയറി ചിലപ്പോൾ കാണുമ്പോൾ ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്റർ ഉദ്ദേശിച്ചുള്ളൂ. സൊസൈറ്റി ഇങ്ങനെയാണ്, നിങ്ങൾ ഈ വെക്കുന്നതാണ് നിങ്ങൾ പുറത്ത് കാണുന്നത്, നിങ്ങൾ തിരിച്ചറിയുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത്. മുരളി ഗോപിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം 2010, 11, 12 കാലഘട്ടങ്ങളിൽ പുള്ളി സംഘിയാണെന്നായിരുന്നു. പുള്ളിയുടെ സിനിമയിലെ റൈറ്റിംഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെയാണെന്നുള്ള തോന്നലില് പുള്ളിയെ സംഖ്യയാക്കിയ ആൾക്കാരെല്ലാം കൂടെ ലെഫ്റ്റ് റൈറ്റ്. ഇപ്പൊ ഇന്ന് ലെഫ്റ്റ് റൈറ്റ് TP 51 പ്രദർശിപ്പിക്കുമോ നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഓപ്പൺലി ആരും ചലഞ്ച് ചെയ്തിട്ടില്ല മുരളി ഗോപി അന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ലെഫ്റ്റിനൊക്കെ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്നൊരു നമ്മളത് കാണണ്ട എന്നൊരു സാധനം പടം പല തിയേറ്ററിൽ ഇറക്കിയിട്ടില്ല. അവര് ബാനല്ല ചെയ്ത്, നിങ്ങൾ പറ്റണമെങ്കിൽ ഇറക്കിക്കോളാൻ പറഞ്ഞത്. അവർക്ക് പക്ഷെ ഈ പറയുന്ന അറ്റാക്കുകൾക്ക് ഓരോ പാർട്ടിക്ക് അല്ലെങ്കിൽ ഓരോ ആശയക്കാർക്കും അറ്റാക്കിന് പല രീതികളുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുക. അതായത് ബേസിക്കലി ആ മനുഷ്യന് മാറ്റമൊന്നുമില്ല, ആ മനുഷ്യൻ എവിടെ നിൽക്കുന്നു അനുസരിച്ചാണ്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ സന്ദീപ് വാര്യറിന്റെ ഇന്റർവ്യൂ ഉണ്ട്. പുള്ളി വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗുജറാത്ത് റയറ്റിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങൾ ഇത്രയും എക്സ്ക്ലൂസീവായിട്ട് കാണിക്കാത്തത്? അതിനൊറ്റ റീസണുള്ളൂ. ഈ പടം പറയുന്നത് സയ്യിദ് മസൂദിന്റെയും അബ്രഹാം ഖുറേഷിന്റെയും കഥയാണ്. സയ്യിദ് മസൂദിന്റെ കണ്ണിൽ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് സയ്യിദ് മസൂദിന്റെ ഫാമിലിക്കെതിരെയുള്ള അറ്റാക്ക് നടക്കുക. അതായത് പോസ്റ്റ് ഗോദ്ര റയോട്ട്, പോസ്റ്റ് ഗോദ്ര ഇൻസിഡന്റ്, ഈ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്ന്, ഹിന്ദുക്കൾ എന്ന് പറയാൻ പാടില്ല, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഈ ഹിന്ദുക്കളിലെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരെല്ലാം ചേർന്ന് നമുക്ക് പകരത്തിന് കൊല്ലണമെന്ന് തീരുമാനിക്കുന്ന സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ അത് കാണിച്ചാൽ മതി. സന്ദീപ് അതായത് സയ്യിദ് മസൂദിന്റെ കണ്ണിൽ ഈ സ്റ്റോറി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഗോദ്രയിലെ ഈ പറയുന്ന ട്രെയിൻ ആര് കത്തിച്ചു എന്നുള്ളത് സയ്യിദ് മസൂദിന് ബാധകമല്ല. സയ്യിദ് മസൂദിന് പേഴ്സണൽ ലോസിലാണ് സയ്യിദ് മസൂദ് ഇത്രയും കാണിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നത് സന്ദീപ് വാര്യരാണ്. പക്ഷെ ഇത് 3 years ബാക്കിയാണെങ്കിൽ സന്ദീപ് വാര്യർ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കത്തില്ല, ഗോദ്ര ഇൻസിഡന്റും കാണിക്കണം എന്നായിരിക്കും. കാരണം അന്ന് സന്ദീപ് വാര്യർ BJP-യിലാണ്, ഇന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ്. പുള്ളിക്ക് ബുദ്ധിയില്ലായിരുന്നോ, അല്ലെങ്കിൽ പുള്ളിക്ക് ബുദ്ധി തെളിഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഒരു പുള്ളിക്ക് ബുദ്ധി കൂടിയതല്ല. പുള്ളി എന്നും അന്നത്തെ പോലെ ഇന്റലക്ച്വലാണ് ഇന്നും പുള്ളി തന്നെ. പക്ഷെ ഇന്ന് എന്ത് പറയണം, അന്ന് എന്ത് പറയണമെന്ന് പുള്ളിയുടെ മേലിലൊരു ആശയ സംഹിതയുണ്ട്. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വ്യക്തമായിട്ട് നമുക്കറിയാം, പാർട്ടി പറയുന്നു ഇത് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് പറയുമ്പോൾ തന്തയില്ലായ്മയാ പറയുന്നത് നമുക്കറിയാം. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഏതെങ്കിലും കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു നേതാവിന് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അവർ പറയും പാർട്ടി നടപടി എടുത്തല്ലോ, തീവ്രത കുറഞ്ഞ പീഡനം, അത് അപ്പം നമുക്ക് പോലീസ് കേസിന് ആവശ്യമില്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. അപ്പൊ ആ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ എന്ത് കാണുന്നു. സിനിമ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എഗെയിൻസ്റ്റ് വരുന്ന പോയിന്റ് അതാണ്. അതായത് ഇത് കാണുമ്പോൾ സംഘികൾക്കേ കൊള്ളുകയുള്ളൂ, അല്ലാതെ സാധാരണ ഒരാൾ ഇത് കണ്ടിട്ട് സംഘികൾ കൊള്ളൂല അങ്ങനെ പറയാൻ ഒരു അവസ്ഥയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൻ ഒരു പൊളിറ്റിക്സുമായിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. അവന്റെ പൊളിറ്റിക്സുമായിട്ട് അലൈൻ ചെയ്യുന്ന പൊളിറ്റിക്സ് ആണെങ്കിൽ അവൻ ഓക്കെയാണ്, അലൈൻ ചെയ്യാത്ത പൊളിറ്റിക്സ് ആണെങ്കിൽ അവൻ ഓക്കെ അല്ല. അത്രേ ഉള്ളൂ. ഞാൻ ഈ പടം കണ്ടിറങ്ങിയപ്പോ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞിട്ട് ഇത് കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, ഇത് പാൻ ഇന്ത്യ പോകാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ അതിൽ പറഞ്ഞു ഗുജറാത്ത് കലാപോ മറ്റേ ട്രെയിൻ കത്തിച്ച കേസോ അല്ല പറയുന്നത്. ഈ പടത്തിന്റെ ഒരു വിഷയം എന്താണ്, BJP എന്ന പാർട്ടി കേരളത്തിലെത്തിയാൽ കേരളം തൊലഞ്ഞു എന്നാണ്. ഇതിലും ഇവിടെ ഗുജറാത്ത് കലാപം ഒന്നും പറയണ്ട, ഒരു പാർട്ടീനെ പറയാണ് ഇവരിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മള് രാജ്യം നശിച്ചു, അതിന് ഏറ്റവും വലിയ ദൈവത്തിന്റെ പുറത്താക്കപ്പെട്ട മാലാക വന്ന് ഈ രാജ്യത്തിനെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഉൾക്കൊള്ളൂടാ? ശരിക്കും അതാ അവരെ ഏറ്റവും ഒഫൻഡഡ് ആക്കിയ പോയിന്റ് അതാണ്. അതായത് വർഷങ്ങളായിട്ട് പാർട്ടി ഭരണം കേരളത്തിൽ എന്തെങ്കിലും ഭരണം പിടിക്കണം അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി. ശരിക്കും ശക്തമായ തേർഡ് പാർട്ടി. നീ മറ്റേ വോട്ട് ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് അവർ മൂന്നാമത്തെ മുന്നണിയായിട്ട് വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് MLA സീറ്റ് കിട്ടുന്നുണ്ടോ, MP സീറ്റ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്നേ കിട്ടുന്നുള്ളതെന്നല്ല ചോദ്യം. അതായത് അവർക്കൊരു 20 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും കിട്ടിക്കഴിഞ്ഞ് എന്ത് ബാക്കി BJPക്ക് വോട്ട് ഷെയർ കിട്ടുന്നുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരുന്നൊരു പാർട്ടി തന്നെയാണ്. ആൻഡ് വർഷങ്ങൾ ഏതാ നിയമസഭ കേന്ദ്ര പാർലമെന്റിൽ ഒറ്റ സീറ്റുമായിട്ട് തുടങ്ങിയിട്ട് ഇന്ന് ഒറ്റയ്ക്ക് മെജോറിറ്റി പിടിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരെ ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഫോഴ്സ് അല്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ മുസ്ലിം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചാൽ BJP എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയ സാധനമല്ല. ഇപ്പം ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, RSS ഉണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇതെല്ലാം ഒത്തുപോകുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മുടേത്. ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ.
BJP-ക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നിയെടുത്താണ്. അതായത് ഇവിടെ അരാജകത്വം ഉണ്ടെങ്കിലേ എൻ്റെ പാർട്ടിക്കും എൻ്റെ ആശയങ്ങൾക്ക് നിലനിൽപ്പുള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കിയതിൻ്റെ ബേസിലാണ് ഇതുണ്ടാകുന്നത്. അല്ലാതെ BJP ഒറ്റയ്ക്കല്ല ഇതുണ്ടാക്കുന്നത്. രണ്ട് സൈഡിൽ നിന്ന് കൈ കൊട്ടുമ്പോഴേ കൈ ഉണ്ടാകും, അല്ലെ അടി മാത്രമല്ല നടക്കത്തുള്ളൂ. കൈ കൊട്ട് നടക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് BJP ഇവിടെ വർഗീയത പറയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പാർട്ടി രണ്ട് പാർട്ടി ഉണ്ട് പറയാം. രണ്ട് പാർട്ടിയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് BJP ഒതുക്കണമെങ്കിൽ BJP വർഗീയത പറഞ്ഞേ പറ്റും. നാളെ മുതൽ BJP നേതാക്കന്മാർ ഇത് വർഗീയത പറയാതെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരായിരിക്കും? പറ്റിയവരായിരിക്കും. കാരണം ഇവർ ഈ തേർഡ് ഫോഴ്സ് ഇവിടെ പിടിക്കും. ഒരു മൂന്നാം മുന്നണി കേരളം പിടിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ രണ്ടുപേരാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളം നന്നാവില്ലെന്നുള്ളതല്ല, അവരുടെ ഭരണം പോകുന്നുള്ളതാണ്. അത്രേ ഉള്ളൂ പാർട്ടിക്കെന്നാണ് എനിക്ക് തോന്നിയത്. ഈ പവർ എല്ലാരെയും കറപ്റ്റ് ചെയ്യും. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും ആം ആദ്മി പാർട്ടി നമ്മൾ വിചാരിച്ചു അവര് കോമൺ കേരളം അല്ലെങ്കിൽ ഡൽഹി നന്നാക്കും വിചാരിച്ചു. തുടർച്ചയായിട്ട് രണ്ടാണെന്ന് കിട്ടി. അവരുടെ പല നേതാക്കന്മാരും പല കേസിൽ പ്രതിയാണ്. കുറെയൊക്കെ ചിലപ്പോൾ കെട്ടിച്ചമച്ചായിരിക്കും. ബട്ട് സ്റ്റിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അല്ല. പക്ഷെ ഇവരുടെ കേസിൽ ഞാൻ പറയാം, ഇങ്ങനെ ഒരു അലഗേഷൻ വന്നു കഴിഞ്ഞാൽ രാജിവെച്ച് പുറത്തു പോകും, അല്ലെങ്കിൽ അവരുടെ റെസിഗ്നേഷൻ എഴുതി മേടിക്കും. അതൊരു ക്വാളിറ്റിയാണ്. പവർ കറക്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് നമ്മൾ പറയുമല്ലോ അയാൾ ഭയങ്കര 5 ഹിറ്റ് സിനിമ കിട്ടിയ മോഹൻലാൽ ബറോസ് സംവിധാനം ചെയ്തില്ല എന്നുവെച്ചാൽ എല്ലാവരുടെ ജഡ്ജ്മെന്റും ഭയങ്കര സെൽഫ് സെർവിങ് ആയി പോകും. ഒരു പോയിന്റ് ചെയ്യുമ്പോൾ അവർ ആ ഒരു എക്കോ ചേമ്പറിൽ കയറും. അവര് ഒന്നാമത് മോഹൻലാൽ നല്ല ഉദാഹരണം. ഒന്നാമത് ഇതില് ഒരാള് കറപ്റ്റ് ആവേണ്ട ആളെ ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു ഇതല്ല, ആളുടെ ചുറ്റും വരുന്ന സംഭവമാണ്. നീ കൊള്ളാം, നീ ചെയ്യണത് ഇതാണ്, നീ ഇങ്ങനെയാണ് എന്ന് പറയണ ഒരു പോയിന്റില് ആണ് ഇയാൾക്ക് തോന്നണേ ഞാൻ കിടിലമാണ്, എന്റെ തീരുമാനങ്ങൾ അടിപൊളിയാണ് എന്ന് തോന്നുന്ന ഒറ്റപ്പെട്ട തീരുമാനങ്ങളാണ് ഇതിന്റെ പൊളിറ്റിക്സ് ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ശരിക്കും നമുക്ക് ആ റെസ്ട്രിക്റ്റഡ് പോയിന്റിലേക്ക് തിരിച്ചുതരാം. എമ്പുരാൻ റിലേറ്റഡ് പൊളിറ്റിക്സിൽ എമ്പുരാൻ സിനിമ ഇത്രയ്ക്കും നമ്മളിതിന്റെ കുറെ വശങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത്രയ്ക്കും ഒഫൻഡ് ആകാനും മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ അവസാനത്തെ പോയിന്റ്, അതായത് BJP വരുന്നത് പ്രശ്നമാണെന്ന് ആ ഖണ്ഡമോർച്ചയിലൂടെ പറയുന്നതാണ് ശരിക്കും ഒഫൻഡ് ആക്കി പോയിന്റ്. അതാണ് ശരിക്കും അങ്ങനെ തന്നെ വിചാരിക്കണം. ആ ഒരു പോയിന്റ് അവരെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞുപോയ ഗുജറാത്ത് റയറ്റില് ഞങ്ങളെ പ്രതിയാക്കിയോ എന്നുള്ളതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പറയുന്ന പോയിന്റ്, അവരിങ്ങോട്ട് വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ പോയിന്റ്. കേരള ടോളറൻസ് ഭയങ്കര കുറവാണ്. ഇപ്പം മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നടക്കുന്ന ആ ഒരു സംഭവമല്ലേ. പണ്ട് എനിക്ക് തോന്നണല്ലോ ഒരു 5 വർഷം മുമ്പേ ഒരു തമാശ പറഞ്ഞാൽ ജയിലിൽ പോകേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ തമാശ ഓഡിയൻസിന്റെ എതിരെ കേസെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്ട്രീമാണ്. ഓഡിയൻസിനെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് ഷോയിലുണ്ട് ചോദ്യം ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ ഷോയ്ക്ക് വന്ന ഒരാളെ നീ വിളിച്ച് ചോദ്യം ചെയ്യണം, പിന്നെ നീ ആളുടെ ഷോയ്ക്ക് നീ പോവില്ല. ബേസിക്കലി ചെയ്യണത് ഇവർക്ക് ഇവരുടെ ഒരു ഇൻഫർമേഷനും കിട്ടാനില്ല. ഫുള്ളി റെക്കോർഡഡ് ഷോ ആണ്, എടുത്തിട്ട് കാണേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇവരെ വിളിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഓഡിയൻസിനും കൂടി ഇല്ലാണ്ടാക്കണം. പിന്നെ അതുപോലെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞവൻ ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുള്ളിനെ റിമൂവ് ചെയ്തു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുനാൽ കാമറയുടെ ഇഷ്യൂ. കുനാൽ കാമറ ഒരു സ്റ്റാൻഡപ്പ് സ്പെഷ്യൽ റിലീസ് ചെയ്തതിനകത്ത് മഹാരാഷ്ട്രയിലെ ശിവസേനയെ സ്പ്ലിറ്റ് ചെയ്തതിനെ കുറിച്ച് ഇപ്പോഴത്തെ സിറ്റിംഗ് CM-നെ കുറിച്ച് സംസാരിച്ചു. CM അല്ല, ഉപമുഖ്യമന്ത്രി. ഇംഗ്ലീഷ് എന്തോ ഇന്ന് ഭയങ്കര മോശമാണ്. വൈസ് പ്രസിഡന്റ് പറഞ്ഞു. അത് അവരാ വെന്യൂ തല്ലി പൊളിച്ചു. അറിയാത്തവരുടെ കേട്ടെ, അവരാ വെന്യൂ തല്ലി പൊളിച്ചു. ഇയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തലുണ്ടായി. FIR ഇട്ടു. ഇയാള് മുൻകൂർ ജാമ്യത്തിന് IT ആക്ടിൽ അല്ലേ. എനിക്ക് തോന്നുന്നു പണ്ട് ഇതേപോലെ തന്നെ സിനിമയിലെ സെയിം കേസ് തന്നെ. അതായത് മലയാളം സിനിമയിലും കുറെ നാളായിട്ട് എല്ലാവരും അടിച്ചടിച്ച് വരെയാണ് പോലീസ് മോശമാണ്, ആൾക്കാരെ നാളുകളായിട്ട് പോലീസുകാർ മോശമാണ് സിനിമയിൽ. ആൾക്കൂടെ സിനിമകൾ സുരേഷ് ഗോപിയുടെ സിനിമകൾ അതായത് സിനിമകളിൽ പവറിൽ ഇരിക്കുന്ന ആൾക്കാരെ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണമാണ്. നമുക്കാണെങ്കിൽ ഒരു ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ രാഹുൽ ഗാന്ധിനെ പറ്റി ഒരു തമാശ പറഞ്ഞാൽ തമാശയല്ല. കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പവറിലുള്ള ആളല്ല. അതേപോലെ തന്നെ എനിക്ക് തർക്കമുണ്ട്. നമുക്ക് ഇപ്പൊ ആൾക്കാർ പറയുന്നത് യു മസ്റ്റ് സർക്കാസ്റ്റിക്കലി അവരെ നമ്മൾ ഒപ്രസ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉള്ളവനാണ്, ഇല്ലാത്തതിനെ വെറുതെ കളിയാക്കുന്നുള്ളതല്ല, അവിടുന്ന് വരുന്ന അനീതികളെയാണ് കളിയാക്കുന്നത്. അങ്ങനെയാണ് അവർ കാണിക്കുന്ന ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ചെറിയ മണ്ടത്തരം,
അത് ആൾക്കാർ കളിയാക്കും. ഞാൻ പറയണ്ടേ അതിന് ഞാൻ ഓഡിയൻസിന്റെ റിയാക്ഷൻ പറയുന്നത് അതിന് ചെറിയൊരു ഗൈഡ് കിട്ടും. പക്ഷെ ഇതേ സമയത്ത് പവറിൽ ഇരിക്കുന്ന ഒരാളെ കളിയാക്കി കഴിഞ്ഞാൽ ഓഡിയൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്താന്ന് വെച്ചാൽ ഇത് രാഹുൽ ഗാന്ധി കാണിച്ചൊരു മണ്ടത്തരം ആരും ബാധിച്ചിട്ടില്ല. ഇതൊരു ന്യൂസ് സാധന. ഒരു പവറിലിരിക്കുന്ന ഒരാൾ ചെയ്തിട്ടുള്ള ഇത് എന്ന് പറയുന്നത് നോട്ട് നിരോധിക്കുക എന്ന് പറയുന്നത് എല്ലാരും ബാധിച്ചൊരു കാര്യമാണ്. ഇതിനെ പറ്റി ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. അവർ കാണിക്കുന്ന ഒരു സാധനത്തിന്റെ ഇമ്പാക്ട് ഏത് ലെവലിൽ ഇരിക്കുന്നു. അപ്പോൾ ആ പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അവർ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതിന് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെതിരെ ഈ പറഞ്ഞ പോലെ ഈ പറയുന്നവന്റെ എന്താ പറയാ അതല്ല ചെയ്യണ്ടേ. ഇവരുടെ എതിരെ നമുക്ക് പറഞ്ഞ് തമാശ, ഇപ്പം അംബാനി എന്ന് പറയുന്ന ആളുടെ എതിരെ നമുക്ക് തമാശ പറഞ്ഞ് ചിരിക്കാനേ പറ്റുള്ളൂ അല്ലേ, നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അത് നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് അവർക്കത് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ഏറ്റവും അധികം കളിയാക്കപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിരിക്കും കെ കരുണാകരൻ. അന്ന് ഒരു കത്തിക്കലും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നായനാർ ഇതിനെതിരെയൊക്കെ ഭയങ്കര തമാശയായിട്ട് നായനാര്, അതായത് എവിഡന്റ് ആയിട്ട് സിനിമകളില് നായനാര് ഒരു തമാശ രസികനായിട്ടുള്ളൊരു അല്ല നായനാരല്ലല്ലോ കരുണാകരൻ ഓപ്പോസിറ്റ് ഒരു മന്ത്രി, ഓൾമോസ്റ്റ് ആളുടെ രൂപഭാവം എല്ലാം ഉള്ള ആളെയും എടുത്ത് സിനിമകളെല്ലാം ചെയ്തിട്ട്, അതും എക്സ്ട്രീം, അവര് പോലും ചിന്തിക്കാത്ത അത്ര ഇതിലുള്ള പടങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അന്നൊന്നും ആർക്കും മിമിക്രിയില് ഈ സോളാർ കേസ് എന്തിനാണ് അടുത്ത സോളാർ കേസ് വരുമ്പോ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഫിഗർ ചെയ്യുന്ന എല്ലാവരും അത് വെച്ചിട്ടാണ് രണ്ട് തമാശ അടിച്ചിട്ട് പോകുന്നത്. അതിലങ്ങേരാണെങ്കിൽ അതിന്റെ എതിരെ ഒന്നും ഇതുവരെ ഉമ്മൻചാണ്ടിയുടെ ഫോളോവേഴ്സ് ഒന്നും അവരെ അടിക്കുകയോ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് നമ്മൾ നേഷൻ വൈസ് ത്രൂ ഔട്ട് മോഡിക്കെതിരെ, PM-നെതിരെ, പ്രൈം മിനിസ്റ്ററിനെതിരെ നമ്മൾ ശക്തമായിട്ട് ഒരുപാട് പേര് വിമർശിക്കുകയും കോമഡി പറയുകയും സർക്കാസവും പിന്നെ പറഞ്ഞ ഡയറക്റ്റ് അറ്റാക്കും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ നടപടി വന്നിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടോ ആർക്കെങ്കിലും എതിരെ, മോഡിക്ക് എതിരെ തമാശ പറഞ്ഞ് നടപടി വന്നിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അവര് കിട്ടണ ചാൻസ് അടിക്കാൻ നോക്കും. 4 ഭീഷണിയെങ്കിലും വരും. മുനാവർ ഫരൂഖിയുടെ കേസ് എന്തായിരുന്നു? 2021 ഇതൊക്കെ ഒരു രീതിയിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ എതിരെ പറയാനും അത്രത്തോളം എളുപ്പമായിരിക്കില്ല. പുള്ളിയും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സ്പേസിലെ ഭീഷണികളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. അതിപ്പോ നമ്മൾ പിണറായിക്കെതിരെ പറയണമെന്നില്ല, നമ്മൾ 5 മില്യൺ ഫോളോവേഴ്സ് അല്ല, അതൊന്നും സൈബർ ഭീഷണി അവിടെ നിൽക്കട്ടെ. പുറത്തുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ റീസെന്റ് നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ചെറിയ വേറെ എക്സാമ്പിൾ ഇതായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ സുരേഷ് ഗോപി, ഞാൻ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് എനിക്ക് പുള്ളി ഭയങ്കര കാര്യമാണ്. പുള്ളി ആട്ടവർ എന്ത് ചെയ്യുന്നുള്ളത് എന്നെ സംബന്ധിച്ച് പുള്ളിയുടെ പൊളിറ്റിക്സിന് എനിക്ക് ഇഷ്ടമേ അല്ല എന്നുള്ളത് പുള്ളി ഞാനിപ്പോഴും ഞാനിപ്പോഴും ഭരചന്ദ്രനിലാണ് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ ചെറുപ്പത്തിൽ എന്നെ ഇത്രയും കോരിത്തെരിപ്പിച്ച് കോൾമൈരി ഒളിപ്പിച്ചൊരു മനുഷ്യൻ വേറെ ഇല്ല. ആ മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെയ്ത് ഞാൻ കാണുമ്പോൾ എന്റെ മനസ്സിൽ വിഗ്രഹങ്ങളായിട്ട് പ്രതിഷ്ഠിച്ച മമ്മൂട്ടി മോഹൻലാലിനൊപ്പം കയറി വന്നൊരു ആളാണ്. അത് ഞാൻ ചെറുപ്പത്തിലെ മമ്മൂട്ടി മോഹൻലാലിനെ കണ്ടു, അത് കഴിഞ്ഞ് സുരേഷ് ഗോപി കയറി വന്ന് അവരുടെ ഒപ്പം ഇരുന്നു. എനിക്ക് 3 സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. അപ്പൊ പുള്ളി ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ കോമഡി നമ്മുടെ കൂടെയുള്ള ആളെന്ന് തോന്നിയ ഇവരെയൊക്കെ ഞാൻ മുകളിലാണ് കാണുന്നത്. അപ്പൊ ഇയാള് എവിടെ ചെന്നാലും ഇപ്പം മീഡിയക്കാർ വന്നിട്ട് നിൽക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അനശ്വര രാജൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ക്യാമറയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ശല്യമാ എന്ന് മാറിപ്പോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവിടെ നിൽക്കുന്നത്. അത് മീഡിയയുടെ കടന്നു കയറ്റം. ഇതേ സെയിം സാധനം സുരേഷ് ഗോപിയുടെ അടുത്ത് വരുമ്പോൾ മാറി എൻ്റെ വഴി എൻ്റെ അവകാശം സുരേഷ് ഗോപി തള്ളുന്നത്. കാരണം നിരന്തരം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വന്നിട്ട് നിങ്ങൾ ആ പ്രശ്നം എന്താ പറയുന്നത് എന്ന് പറഞ്ഞ് അയാളെ ബാധിക്കാത്ത, അയാളുടെ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ഉത്തരവാദിയല്ല. എല്ലാവരും ഉത്തരവാദിത്തം പറയാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ രാജ്യമാണ്. അവിടെ ജബൽപൂരിൽ നടന്ന സംഭവങ്ങൾക്ക് സുരേഷ് ഗോപി ഉത്തരം പറയണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ഉത്തരം അപ്പോൾ ശരിക്കും പുള്ളി ആകെ നമുക്ക് കേരളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ലെവൽ ചോദിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. അസേ പൊതുപ്രവർത്തകൻ പുള്ളി മാന്യത പാലിക്കണം. പക്ഷെ പുള്ളി സിനിമയിലാണ് ഇപ്പോഴും. പുള്ളി ഓട്ടോമാറ്റിക് റിയാക്ട് ചെയ്യും. ഇതേ സെയിം സാധനം നമ്മുടെ CM ചെയ്യും. നമ്മൾ കടക്ക് പുറത്തൊന്നും പോലും പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് പവറിലിരിക്കുന്ന ഒരാള് മനുഷ്യനാണ്. അയാൾക്ക് എല്ലാ വികാരങ്ങളും എല്ലാ വീക്ക്നെസ്സുകളും ഉണ്ട്. ഞാൻ പവറിലിരിക്കുന്ന ആളെ എനിക്കത് കാണിക്കുക എന്നുള്ളതാണ് എല്ലാ പവറിലിരിക്കുന്നതിന്റെ വിചാരം. പിന്നെ ഇത് ക്യാമറ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്
എന്താ കഴിച്ചോ ഈ പേപ്പർ മറ്റേ ഫണ്ട് ഇവിടെ പേപ്പർ കഴിച്ചത്. ഇതാണ് മിക്കവാറും രീതി നമ്മൾ സിനിമ. പക്ഷേ അത് പവറിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ആരെയും കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. നമ്മൾ പറഞ്ഞു തന്നത് ഇതെല്ലാം തട്ടുതട്ടാണ്. ഇയാൾ ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്നു, ഇയാൾ ഈ താഴെ നിൽക്കുന്നു. ഇവരുടെയൊക്കെ ബേസിക് നീഡ്, നേച്ചർ ഇതൊക്കെ തന്നെയാണ്. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ കാണത്തുള്ളൂ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട്. എൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവർ തന്നാണ്, ഇവർക്ക് വേണ്ടി ഞാൻ അടിമയാണ് എന്നുള്ള സാധനമുണ്ടല്ലോ. അത് വളരെ റെയർ ആയിട്ട് ആൾക്കാർ കാണുന്നത്. ബാക്കി എല്ലാവർക്കും ഞാൻ രാജാവാണെന്ന് തന്നെയാണ് ബോധം. അത് കാണിക്കുന്ന പേരില് മന്ത്രിയാണെങ്കിൽ ആ കാണിക്കുന്ന എക്സ്റ്റന്റ് വ്യത്യാസമാണെന്നേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൈബർ വേൾഡിൽ ഇടതുപക്ഷ അനുഭാവികൾ സുരേഷ് ഗോപിയുടെ ഈ സാധനം എടുത്ത് ട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മൾ ട്രോൾ ചെയ്തിരുന്നത് CM പറഞ്ഞത് കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രേ ഉള്ളൂ. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മണ്ടത്തരം കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ സെലിബ്രേറ്റ്. ഇത്രേ ഉള്ളൂ. ഇവരെല്ലാവരും ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. മനുഷ്യന്മാരാണ്. അല്ല, പിന്നെ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കോറി ഇടാനൊരു ചുമരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടോളറൻസ് കുറഞ്ഞത് കക്കൂസയിൽ ഇരുന്നിട്ടാണ് ഈ സാധനം ടൈപ്പ് ചെയ്യണത്. എല്ലാവർക്കും അവരുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളത് കൊണ്ടാണോ ടോളറൻസ് കുറഞ്ഞത്? അത് മാത്രമല്ല, ഇപ്പോ ഒരു ഗ്രൂപ്പിന് ഒരുപാട് പവർ കൊടുത്തിട്ടുണ്ട് എന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ഈ വെന്യൂ ഒക്കെ അടിച്ച് തകർക്കുന്നതും ഇതിന്റെ എതിരെ റിപ്പർക്കഷൻ ഇല്ല എന്നുള്ള ഒരു ഇത്രയും സൗകര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയും ഉള്ള കാലത്ത് ഇത് നടക്കുമെന്ന് നീ പറയുന്നത്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു പള്ളി പൊളിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതിന്റെ ബാക്കിൽ പിന്നെ തർക്കം കിടക്കുന്നു. തർക്കം വേറെ. അവിടെ ബാക്ക് ചെയ്യാൻ ആളുണ്ട്. അവിടെ ഒന്നും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അല്ല പറയുന്നത്. ബാക്ക് ചെയ്യാൻ ആളുണ്ട്. നീ ചെയ്തോ, ബാക്കി നമുക്ക് നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തും നടക്കും. എന്നും നടക്കും. ഇവിടെ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിച്ചിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ചാമ്പിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കയറി ചെയ്യും. അതുമല്ല, ഇപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് മോഹൻലാൽ മാപ്പ് പറയേണ്ട കാര്യമുണ്ടോ എന്ന്. ചില ലാലേട്ടൻ മാപ്പ് പറഞ്ഞെങ്കിൽ മറ്റേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരുപാട് നമ്മൾ പറയും. ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നം ഇപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ പറയും ഇപ്പൊ വന്ന് എമ്പുരാന്റെ വിഷയം വന്ന് ഗോകുലം ഗോപാലിനെതിരെ ED നോട്ടീസ് വന്നു, പൃഥ്വിരാജിനെതിരെ ED നോട്ടീസ് വന്നു. അതൊക്കെ ഒരു പേടിപ്പിക്കലാണ്. അല്ല, ഞാൻ ഇത് 2022 കൊടുത്തതിന്റെ ബാലൻസ് ആണ് കൊടുക്കുന്നത്. ഞാൻ ഈ 3 വർഷമായിട്ട് ഇത് എന്തുകൊണ്ട് കൊടുക്കാതെ മാറ്റി വെച്ചെന്നുള്ള ഈ സാധനം ആരാ ബ്ലോക്ക് ചെയ്തത്? രാജു എന്തിനാ ഇത് ബ്ലോക്ക് ചെയ്യിച്ചത്? അല്ലെങ്കിൽ ഗോകുലേട്ടൻ എന്തിനാ ബ്ലോക്ക് ചെയ്തത്? അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഈ 2022 കണക്ക് കാണിക്കൽ സാധനത്തിന്റെ ബാലൻസ് ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. എമ്പുരാനെ പറ്റി അല്ല ഇവർക്ക്. അല്ല, ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയൊക്കെ ഇവിടെ സിസ്റ്റം ഉള്ളൂ. ഇപ്പൊ ഇതില് ഇപ്പൊ പൃഥ്വിരാജിനെ നമ്മൾ ആണത്തത്തിന്റെ രൂപമായിട്ട് കാണിക്കുന്നു. പുള്ളി സറ്റിൽ നിന്ന് നമ്മൾ കൂടെ നിൽക്കണമെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പുള്ളി പറയുന്ന ആ സാധനം പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യേണ്ടല്ലേ 2022? ഇത് 25 വരെ വലിച്ചിട്ട് പോയെന്തിനാ? ED നോട്ടീസ് വന്നത് ഇപ്പോഴത്തെ അല്ലാന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ 2022 പടങ്ങളുടെ കണക്കുകൾ ചോദിക്കാൻ നിർത്തി വെച്ചിരുന്നു. അത് പിന്നെ തുടങ്ങി ഞങ്ങൾ നിർത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇതിനെ നിർത്തിയത് ആരാ നിർത്തിയത്? നിർത്തിവെച്ചത് അതായത് ഇവരൊക്കെ ഒരു പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ചോദിക്കും. അപ്പൊ 22 നിനക്ക് തന്നുണ്ട് നോട്ടീസ്. അവിടെ ഉണ്ടല്ലോ സാധനം നിന്റെ കയ്യിലില്ലേ, ഇനി മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചോദിക്കും. ഇതിന് എനിക്ക് ഒരു ഇതില്ല. ഇതൊക്കെ പേടിപ്പിക്കൽ തന്നെയാണ്. പണ്ട് എനിക്ക് ഇതൊക്കെ പേടിപ്പിക്കില്ല. ഇത് അവരല്ല പേടിപ്പിക്കുന്നത്. ഇവർക്കറിയാം അവരത് സോൾവ് ചെയ്യും. ഇത് പ്രശ്നമില്ല. ഇതിൽ ചെറിയ ആൾക്കാരില്ലേ, അതായത് കേറി വരുന്നൊരു സംവിധായകനോ കേറി വരുന്ന ഒരു പ്രൊഡ്യൂസറോ നാളെ അവന്റെ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ഇതായിരിക്കില്ല. ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പടം എടുക്കുക എന്ന് പറയുന്നത് നീ ചെയ്താൽ നിനക്ക് പണി കിട്ടും. അവർക്കത് താങ്ങാൻ പറ്റണവരാ, അവർ താങ്ങും. ചെറിയവൻ കിടന്ന് ചാടണ്ട, ചാടിയാൽ നിന്നെ ഒതുക്കി കളയുന്നുള്ള വാണിംഗ് ആണ്. ഇപ്പോൾ വലിയ ലേബൽസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾ ആണെങ്കിൽ പോലും ഇനി ഇതുപോലത്തെ ഒരു സിനിമ പിടിക്കുമ്പോൾ അവരൊരു 2 തവണ 200 തവണ ആലോചിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അങ്ങനത്തെ പേടിപ്പിക്കലാണ്. നമ്മളിപ്പോ റോസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മളത് പേടിപ്പിച്ചപ്പോ എന്നുവെച്ചാൽ നമ്മളിത് ചെയ്യണമെന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു 3 വർഷം കഴിഞ്ഞ വീട് തുടങ്ങത്തില്ലേ? അന്ന് നമ്മളിത് പുതിയൊരു സാധനം പോലെ തുടങ്ങും. കേരളത്തിൽ ആദ്യമായിട്ട് മനുഷ്യന് മറവിയുണ്ട്. അത് നമ്മൾ അന്ന് ഓർമ്മ വരും. നീ അല്ലടാ പണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ വരും. കാരണം അതങ്ങനെയാണ് രീതി. അന്നത്തെ നോട്ടീസ് കൊണ്ട് ആൾക്കാർ വരും. 23 നോട്ടീസ് കൊണ്ട് ആൾക്കാർ അന്ന് വരും, 27 വരും.
അപ്പൊ അത് അത്രയും കണ്ടാൽ മതി. ഇതിനെ ഈ പറഞ്ഞ ഇതെല്ലാം പബ്ലിസിറ്റി സ്റ്റണ്ട് തന്നെയാണ്. ഇതിന്റെ പുറകിലൊരു മാർക്കറ്റിംഗ് പക്ഷെ സാധനം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ അതിന്റെ ഒരു ടോളറൻസ് ലെവല് വളരെയധികം കുറവാണ്. വ്യത്യാസം കാരണം വന്നിട്ടുണ്ട്. ഇതേപോലെ പണ്ടൊരിക്കലും ഒരു രാഷ്ട്രീയ എല്ലാവർക്കും ടോളറൻസ് ലെവലൊക്കെ ഇത് തന്നെയായിരുന്നു. നമുക്കിത് ഫീൽ ചെയ്യുന്നതാണ് ടോളറൻസ് ഭയങ്കര. എന്താന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരുടെ നമ്മള് പണ്ടൊരു കാര്യം ചെയ്താൽ ഒരു ആക്ഷൻ നമുക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും വരാവുന്ന നമുക്കറിയാവുന്ന കുറച്ച് പേരുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വന്നത് ഏത് വർഷം തൊട്ടാണ്? 2015. 10 പിടിച്ചോ? 10 തൊട്ട് ഫേസ്ബുക്ക് ഉണ്ടല്ലേ? ഉണ്ട്. അന്ന് തുടങ്ങി. ഇല്ല ഇത് പക്ഷെ അവിടെ ഇങ്ങനത്തെ സ്പേസുകളിൽ നീ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ഓക്കെ ആണ് എന്നുള്ളൊരു സാധനം. ഓക്കെ ആണെന്നുള്ള സാധനം അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് വരുമ്പോഴാണ് ആൾക്കാർ ഇത് ഓപ്പൺലി പറയുന്നത്. അല്ലടാ, അല്ലെങ്കിൽ ഈ പോട്ടെ ഒരു ന്യൂസ് എന്താ പറയാ വേണ്ട ഒരു ന്യൂസ് ചാനൽ വന്നിരുന്നിട്ട് പറയാനാണെന്നുണ്ടെങ്കിലും നീ നിന്റെ ഫേസ്ബുക്കിൽ ഞാൻ കാര്യം പറയട്ടെ, നിനക്കിപ്പോ ഒരു വീഡിയോ കണ്ടു, നിന്റെ ഉള്ളിൽ പല തോട്ടുകൾ വന്നു. നിനക്ക് ആ സമയം തോന്നിയ തോട്ടാ ഇത്, ഞാൻ അറിയണില്ല. പണ്ട് നിനക്ക് ഇത് അറിയിക്കാൻ ഒരു അവസരമില്ല. ഇന്നൊരു ബോധമില്ലാത്ത ഒരുത്തൻ, എല്ലാവർക്കും ബോധം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അവന് ഇത് തോന്നി അപ്പൊ തന്നെ അവൻ ടൈപ്പ് ചെയ്തിട്ടാണ്. ഇത് നിനക്കൊരു ആവശ്യമില്ല, നീ അത് കാണും, നിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നിനക്കൊരു തോന്നലുണ്ട്, ദൈവമേ പുറത്തുള്ള എല്ലാ തെണ്ടികളും ഇപ്പൊ നമ്മുടെ റോസ്റ്റ് ഇറങ്ങിയ സമയത്ത് നമുക്ക് തോന്നി പുറത്തിറങ്ങി നമ്മളെ തല്ലിക്കൊല്ലോ. അവിടെയാണ് ഞാൻ പറയുന്നത്, അവിടെ സാധാരണക്കാർ ചെയ്യുന്നതും ഒരു പീപ്പിൾ ഇൻ പവർ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ട് കാര്യങ്ങൾ മിക്സ് ചെയ്യാണ് ഇവിടെ. അതായത് ഒന്ന് സൈബർ ബുള്ളിങ്, അതായത് ഈ ആൾക്കാർ സോഷ്യൽ മീഡിയ വന്ന് ചൊറിയുന്നത്. രണ്ടാമത് പവറിൽ ഇരിക്കുന്ന ആൾക്കാര് ഇതേപോലെയുള്ള ഇത്രയൊരു ഡയറക്ടറേറ്റ് തുടങ്ങിയ CBI ഇതൊക്കെ ഇവരുടെ ഒരു കൺട്രോൾ മെക്കാനിസം ആയിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതെ അല്ലേ? അല്ല, പക്ഷെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് നമുക്ക് ഇവിടുത്തെ സിസ്റ്റത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പം നമ്മളെ അടിച്ചുകൊണ്ടിരുന്ന പോലീസ് ഇന്ത്യയുടെ പോലീസ്, ഇന്ത്യക്കാരെ. കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ജോലി കൊടുത്ത ആൾക്കാർ അവർ വന്നിട്ട് ഇവിടെ കോൺഗ്രസ്സുകാരെ സ്വാതന്ത്ര്യ സമരത്തിന് അടിച്ചുകൊണ്ടിരുന്നു. 47 വരെ അടിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 47 ഭരണം വന്ന് കയറി നമുക്ക് കോൺഗ്രസിന് സെക്ഷൻ ലെഫ്റ്റ് വിങ്ങിലേക്ക് വന്നു. അവിടെ കമ്മ്യൂണിസം ഉണ്ടായി. കമ്മ്യൂണിസം വരണമെന്ന് പറഞ്ഞു, സോഷ്യലിസം വരണമെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ ഈ ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ. അന്ന് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ടെററിസ്റ്റുകളായിരുന്നു. അന്ന് കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പോലീസുകാരുടെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അപ്പം തന്നെ പിടിച്ച് ജയിലിൽ നടത്തുക, ഇനി ഒരുത്തിനും കമ്മ്യൂണിസ്റ്റ് കൂടി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. EMS സർക്കാർ വരുന്നത് വരെ കമ്മ്യൂണിസം ടെററിസം ആയിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചത് മലയാളികളും ഇവിടുത്തെ ആൾക്കാരും തന്നെ. കോൺഗ്രസ് സർക്കാർ പോലീസിനെ അടിക്കുമ്പോൾ അടിച്ചു. അപ്പോൾ പവറിലിരിക്കുന്നവർ അവർക്ക് ശരിയെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്ന ആശയത്തിനോ അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്ന സിസ്റ്റത്തിനോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള പവർ മൊത്തം ഉപയോഗിക്കണം എന്നുള്ളതാണ്. എത്രയോ പേരെ ജയിലിലിട്ട് തല്ലിക്കൊന്നിട്ടുണ്ട്. അത് തന്നെയല്ലേ ഇത് നടക്കുന്നത്. ഇന്ന് നടക്കുന്നുണ്ട്. നെക്സൽ കാലഘട്ടങ്ങളിൽ അവർ ചെയ്ത് ശരിയൊന്നും ഇതല്ല. ഇപ്പൊ അവർ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നമ്മളെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രതിരോധ മാർഗം. അന്ന് ജാതിയുടെയും ഈ പൈസയുടെയും പേരിൽ താഴ്ന്ന വർഗ്ഗക്കാരെ താഴ്ന്ന നിലത്ത് നിന്ന് കിടക്കുന്നതിനെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടിക്കുന്നതിനെ കൊല്ലുക, അപ്പോൾ പേടിയുണ്ടാവും എന്ന് പറഞ്ഞാണ് നെക്സലിസം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ ആ പറയുന്ന കുറച്ച് ടെററിസ്റ്റ് കുറച്ച് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ അവർ ആൾക്കാരെ കയറിക്കൊല്ലും, ജന്മികളെ കൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെ അടിക്കണം, ഇവരെ തീവ്രവാദികളായിട്ട് മാറി. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട്, കൊലപാതക കേസുമായി ബന്ധപ്പെട്ടോ അവരെ സഹായിക്കുന്നവരെ എല്ലാവരെയും ചേർത്ത് ടെററൈസ് ചെയ്താലേ ഈ മൂവ്മെന്റ് മുന്നോട്ട് പോകാതിരിക്കുമെന്ന് വിചാരിച്ചു. ഏറ്റവും അവസാനം ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിലിരിക്കുമ്പോഴാണ് മാവോയിസ്റ്റുകളെ അല്ല അത് കഥ എങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ബ്രിട്ടീഷ് തുടങ്ങിയ സാധനം ഇതിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഹിറ്റ്ലറിന്റെ കേസ് പറഞ്ഞ തന്നെ അവരുടെ പവറിലിരിക്കുന്ന സാധനങ്ങൾ, പവർ ടൂൾസ് യൂസ് ചെയ്യുക, പവർ പിടിച്ചു വെക്കുക. പവറിനെതിരെ ആരൊക്കെ സംസാരിക്കുന്നു അത് എന്തിന്റെ ബേസിലല്ല, പവറിനെതിരെ സംസാരിച്ചതൊക്കെ ന്യായമുണ്ടായിരുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും പവറിനെതിരെ സംസാരിച്ച ന്യായമുണ്ടായിരുന്നു. ആ ന്യായത്തിനെ ചവിട്ടി അരച്ച് പവറിനെ നിലനിർത്തുക എന്നുള്ളത് തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഈ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസം പറയുന്നവര് അന്നും ഉണ്ടായിരുന്നു. ഈ മാവോയിസ്റ്റുകളെ ഒതുക്കണം, അവർക്കെതിരെ തണ്ടർബോൾട്ടിനെ വരണം, വയനാട്ടിൽ വെടിവെപ്പ് നടത്തണം, അല്ലെങ്കിൽ മുത്തങ്ങ വെടിവെപ്പ് നടത്തണം, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ വരുന്നത് ഇതേ 4 കഷ്ണം പേപ്പർ പിടിച്ച് ജയിലിലിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ലഘുലേഖ കണ്ടെത്തി എന്ന് പറഞ്ഞ് 2 പിള്ളേരോ ആരെയൊക്കെ ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഇനി തന്നെ നമ്മളൊരു 20 വർഷം അപ്പുറത്തേക്ക് പോവുകയാണ്. 20 വർഷം അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ മാവോയിസ്റ്റുകളെ ഭരിക്കുന്നതെങ്കിൽ അന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും ടെററിസ്റ്റുകൾ. അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പൊ BJP ഇത്ര മോശമായിട്ടിരിക്കുന്നു. ഒരു 40 years ബാക്ക് ലേറ്റർ
BJP ചിലപ്പോൾ കേരളം ഭരിച്ചുകൂടായില്ല. ഒരു അലയൻസ് ഫോം ചെയ്താൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഹിഡൻ ആയിട്ടൊരു സാധനം പറഞ്ഞു പോകുന്നുണ്ട്. സിരാജിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് നമ്മൾ 35 സീറ്റ് പിടിക്കും, നമ്മൾ പറയുന്നതിൽ ഭരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു നേതാവിനെ പിന്നീന്ന് കുത്തിയവര്. ഇനി നമ്മുടെ പേഴ്സണൽ ഒബ്സർവേഷൻ ഇപ്പുറത്തില്ല, KM മാണി സാറ് ഇടയ്ക്ക് ഇങ്ങനെ കത്തി വന്നിട്ട് കോൺഗ്രസ് ആയിട്ടൊന്ന് അകന്നിട്ട് ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ബാർകോഴ വന്ന് മാണി സാറിനെ ഒതുക്കിയ ഒരു സമയത്ത്. അപ്പം ഞാൻ വന്നിട്ട് ഒരു ദിവസം മാണി സാർ വിചാരിക്കുകയാണ്, പുള്ളി പണ്ട് വിചാരിക്കും ഞാൻ BJP അലയൻസ് ഫോം ചെയ്യാൻ പോകുകയും അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു കുറെ നേതാക്കന്മാർ വിജയിച്ചാൽ ഇവിടെ അലയൻസ് പുതിയ അലയൻസ് ഫോം ചെയ്യാൻ അറിയില്ല, സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്ന സാധനം ഇപ്പൊ നമ്മൾ ഒരു കർഷക സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ അല്ല, നമ്മുടെ നാട്ടിലൊരു കാര്യമുണ്ട്, നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്നത് ബാക്കി ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഉള്ളതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നതെന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര മതേതരത്വം ഉള്ളിന്റെ ഉള്ളിൽ ഡീപ്പായിട്ട് ഈ സാധനം ഇല്ലെങ്കിലും നമ്മൾ അതാണ് പ്രൊജക്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യം. നമ്മുടെ വിദ്യാഭ്യാസം കൂടുതലുണ്ട് എന്ന് പറയണതും അതുകൊണ്ട് തന്നെ നമ്മൾ ധ്രുവീകരിക്കാൻ സാധിക്കും. നല്ല വാക്കല്ലേ ധ്രുവീകരണം? ഇതേ സാധനം തന്നെ നമ്മൾ സൈബർ ബുള്ളിങ്ങിനെ ഇതിനെയൊക്കെ ഫണ്ണായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ, പക്ഷേ കേരളത്തിന് പുറത്തൊരാൾ കേരള സാർ എന്ന് പറഞ്ഞാൽ ഒഫൻഡ് ആവുന്ന മലയാളികളാണ് നമ്മൾ അല്ലേ? നമ്മൾ അന്നത് ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ ഈ പറയുന്ന ഒരു സാധനം അതാണ്. അതായത് ലേറ്റന്റ് കുറെ കാര്യങ്ങൾ ഒഫൻഡഡ് ആയിട്ടുണ്ട്. അതിൽ ഓരോ പേര് ഓരോ കാര്യത്തിൽ ഒഫൻഡഡ് ആവുകയാണ്. മലയാളത്തിന്റെ പേരിൽ, കുറെ പേര് സെക്സ് ജോക്കിന്റെ പേരിൽ, കുറെ പേര് അവിടുത്തെ BJP പൊളിറ്റിക്സ്. ഞാൻ എന്നെ അതിൽ ഇരിക്കാത്തതിന്റെ പേരിൽ സത്യം പറഞ്ഞാൽ അതൊരു ഒരു നാഷണൽ ഇഷ്യൂ ആവേണ്ട ഒരു സാധനം അല്ലേ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതില് കുറെ എല്ലാം ഈ പാർലമെന്റ് ഡിസ്കസ് ചെയ്യും എന്തൊരു മണ്ടത്തരല്ലേ നമ്മുടെ 2 MP ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, അത് മാസാക്കി 2 പേര് കട്ട് ചെയ്ത് ഒരു സിനിമയുടെ പേരില്ല. അയ്യേ ഇവിടെ പട്ടിണി കിടന്ന് ഡെയിലി 1000 പേര് മരിക്കുന്നു. ഇപ്പൊ ന്യൂസ് വെച്ച എന്തൊക്കെയാണ്, കഞ്ചാവ് MDMA എന്ന് ആയിരുന്നു ഒരു സമയത്ത്. എമ്പുരാൻ ഇത് എന്താണ് സ്പർദ്ധ ഉണ്ടാക്കുന്നു. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി എന്താണ് റിയൽ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കരുത്. ആൾക്കാരുടെ അറ്റൻഷൻ മാറ്റിക്കൊണ്ടുപോവുക. ഒരു 5 വർഷം ഇങ്ങനെ കൊണ്ടുപോവുക. റോട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, തോട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, തീവണ്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതൊന്നും പറയാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ഇന്ത്യസ് ഗോട്ട് ലേറ്റന്റ് ഇത്ര ഇഷ്യൂ ആവാൻ പാടില്ല, എമ്പുരാൻ ഇത്ര ഇഷ്യൂ ആവാൻ പാടില്ല. ഇതൊക്കെ ഇപ്പൊ നമുക്ക് പോഡ്കാസ്റ്റിന് ഒരു വിഷയം മാത്രമാണ്. നമ്മള് പോഡ്കാസ്റ്റ് 2.5 മണിക്കൂർ ഇരുന്നിട്ട് ഒരു എമ്പുരാനില് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ രസമുണ്ട്. ഇപ്പൊ നമ്മൾ ആക്ച്വലി എക്കണോമിക്കലിയും എങ്ങനെ കേരളത്തിന്റെ GDP എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്കും പറയാനൊന്നുമില്ല. കാരണം അതൊക്കെ വളരെ ഇന്റലക്ച്വൽ ടോപ്പിക്കാണ്. അതേപോലെ തന്നെയാണ് ടാരിഫ്, അതേപോലെ തന്നെയാണ് ന്യൂസുകാരും. ഞാൻ എന്തിനാണ് ഒരു വിഷയത്തിനെ പറ്റി വളരെ ഡീപ്പായി പഠിച്ച് അതിനെ റിപ്പോർട്ട് ചെയ്യണേ കാട്ടി എന്തൊരു എളുപ്പമാണ്. അത് കാണാൻ ആൾക്കാരില്ല, പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെയാണ്. അതെ, അല്ല നമ്മൾ തന്നെയാണ് ഈ സിനിമേനെ പറ്റി ഇത്രയും സംസാരിക്കുന്നതും ഇതിനൊരു ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോ എമ്പുരാൻ ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ ഡിസ്കസ് ചെയ്യുന്ന ഒഴിവാക്കി ഫോർ എ പീരിയഡ് ഓഫ് ടൈം. അത് ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കൂടെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇല്ല, സിനിമേനെ പറ്റി ഡിസ്കസ് ചെയ്യണതിൽ കുഴപ്പമില്ല. എമ്പുരാൻ സംസാരിക്കണമെന്ന് ഞാനൊന്ന് വിഷ് ചെയ്തായിരുന്നു. കാരണം എമ്പുരാൻ സംസാരിച്ച വ്യൂസ് കിട്ടും നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ സാധനം ഇഷ്യൂസ് ഒക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോഴാണ് നമ്മുടെ കയ്യിൽ എല്ലാ ഫാക്ട്സും ഉള്ളത്. അതുവരെ ഈ പടം കൊണ്ട് ഉണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് കലാപം എന്താണെന്നും ഈ ട്രെയിൻ നിനക്കറിയില്ലായിരുന്നു. ഈ ഗുജറാത്ത് കലാപം അറിയായിരുന്നു, പക്ഷെ എനിക്ക് ആ ട്രെയിനിന്റെ ഇഷ്യൂ അറിയണ്ടായിരുന്നില്ല. 2000 ശേഷം ജനിച്ചൊരു പയ്യൻ ചിലപ്പോ അറിയണമെന്നില്ല, അത് ഇപ്പൊ വീണ്ടും ഡിസ്കഷൻ വരുമ്പോ അറിയും. പക്ഷെ അപ്പോഴും എന്താണ് അറിയുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അനുസരിച്ചിരിക്കും. അല്ല, അവിടെയും വേണ്ട ഒരു ബോധം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാം ഇതൊന്നും ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഇത് എല്ലാവർക്കും വേണം. അതായത് ഈ പറയണ എല്ലാ കഥകളും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ്. അപ്പൊ ഇത് ഇങ്ങനെ എന്തോ ഒരു സാധനം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ഇതില് ഒന്നും ശരിയല്ല എന്നുള്ള രീതി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് ഓരോ ഇതിന്റെ വേർഷനുകൾ കേട്ടിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരത്തിൽ പറഞ്ഞ വേർഷൻ കേട്ടു. പിന്നെ വേറെ ആ സമയത്ത് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ 2 ബെഞ്ചിനെ ഇതിന് വേണ്ടി
കൊണ്ടുവന്നു. അപ്പൊ ഒരു ടീം ഇത് എങ്ങനെയാ ഉണ്ടായെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. 3 ജഡ്ജ്മെന്റ്, അതായത് 3 ജഡ്ജിമാരുടെ കമ്മീഷൻ. അറ്റ് എ ടൈമിൽ അതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു കമ്മീഷന്റെ ഇത് കളഞ്ഞത്. അതായത് നിലവിലൊരു കമ്മീഷൻ അന്വേഷിക്കുന്ന സാധനത്തിന് വേറൊരു കമ്മീഷൻ പാരലലി, എന്നിട്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് കണ്ടെത്തലുകൾ കമ്മീഷനകത്ത് അങ്ങനെ വന്നു. അവസാനം കേസിനെ വിധിക്കാൻ വേണ്ടി ഈ പറഞ്ഞത് അവിടുത്തെ മുസ്ലിങ്ങളാണ് കത്തിച്ചത് എന്ന് പറഞ്ഞ് പ്രതികളാക്കിയ ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി ആ കമ്മീഷൻ കണ്ടെത്തി റിപ്പോർട്ട് വെച്ചിട്ട് അതിന് നടപടി എടുക്കേണ്ടി വന്നു. അപ്പൊ മറ്റേ ഇനി സർക്കാർ 5 വർഷം കഴിഞ്ഞ് മാറുവാണെങ്കിൽ വേറൊരു കമ്മീഷൻ വന്ന് വേറൊരു കാര്യം തെളിയിക്കും അല്ലേ? ഇവരെല്ലാം മനുഷ്യന്മാരിൽ അന്വേഷിക്കുന്നത്. അല്ല, ആ സമയത്ത് ഇതിനെങ്ങനെ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് തന്നെ നോക്കുള്ളൂ. അതിൻ്റെ അത് മാക്സിമം മിൽക്ക് ചെയ്ത് എല്ലാ പൊളിറ്റീഷ്യൻസും കൂടെ മാക്സിമം മിൽക്ക് ചെയ്ത് ഗുജറാത്തിൽ പിന്നെ കണ്ടിന്യൂസ്ലി BJP ക്ക് ഭരിക്കാൻ പറ്റിയതും മോഡി അവിടുന്ന് തിരിച്ച് സ്റ്റേറ്റിന്റെ കൺട്രിയുടെ ഹെഡിലേക്ക് വന്നതൊക്കെ അതിന്റെ പാർട്ട് തന്നെയാണ്. ഇല്ല, എനിക്കറിയാവുന്ന ആൾക്കാർ ഇതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിംഗ് പോയിന്റും കൂടെയാണ്. അതായത് മോദിക്ക് വോട്ട് ചെയ്യുന്ന ഒരു 50% ആൾക്കാരും പറയുന്ന അടിക്ക് കൊടുക്ക്, ആ ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? ഇയാൾ വന്നാൽ പലരും ഇവിടെ പേടിച്ച് നിൽക്കും. അങ്ങനെ അവർ പേടിച്ച് നിൽക്കട്ടെ എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ഇതിനെയൊക്കെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലേ? അപ്പം പുള്ളിക്ക് ആക്ച്വലി അതൊരു ചെറിയ രീതിയിലൊരു മാർക്കറ്റിംഗ് ആണ്. അതായത് ഞാനിത് കണ്ടു നിൽക്കില്ല, ഞാൻ പ്രശ്നക്കാരനാണ്. അല്ല, ആ ഒരു ഇതൊക്കെ വായിച്ചിട്ട് വെറുതെ നമ്മുടെ സമാധാനം കളയുകയോ അല്ലെങ്കിൽ ഇത് കാരണം നമുക്ക് വേറൊരു വ്യക്തിയോടോ മതത്തിനോടോ ഒരു ആൾക്കാരോട് ഒരു ദേഷ്യം വരാതെ ഇരിക്കുക, വെറുപ്പ് വരാതെ ഇരിക്കുക. വളരെ പീസ്ഫുൾ ആയിട്ട് ഒരു ഇതിൽ നടന്നു പോയൊരു കാര്യമാണ്. ഇതിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നാളെ നടക്കും. ഇല്ല, ഇനി നടക്കരുത്, നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇതിന് വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടവേളകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കുക. അത് കേരളത്തിലെ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നീ ഏത് രാജ്യത്തിന്റെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അന്ന് ചെയ്ത് ശരിയും ഇപ്പൊ ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, അന്ന് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ ഇപ്പൊ അവർ ഭരിക്കുന്നതും. അതുപോലെ തന്നെ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ മാറും, കാഴ്ചപ്പാട് മാറും, ആൾക്കാർ നിൽക്കുന്ന സ്പേസുകൾ മാറും, നമ്മുടെ ആശയങ്ങൾ മാറും. ഈ പറയുന്ന ഈ വടംവലിയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം ലോകം അവസാനിക്കുമായിരിക്കും. നന്നാവാൻ പോകുന്നില്ല, ഈ മൈലുകളൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് സിനിമ. ഇതിന്റെ ഒക്കെ കാരണക്കാരനാരാ? അന്ന് സ്വർഗത്തിന്ന് പുറത്താക്കിയ ലൂസിഫർ. ഓൻ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് പൊട്ട ആൾക്കാരാണ്, ദൈവത്തിന്റെ ഏറ്റവും നല്ല സൃഷ്ടിയല്ല. എങ്ങനെയുണ്ട്? അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാര് ഈ പറയുന്ന മാപ്പപേക്ഷ, ലാലേട്ടന്റെ മാപ്പപേക്ഷ ഞാൻ കാണുന്ന ഒരു ബിസിനസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണുന്നത്. എടാ, അതൊക്കെ നഷ്ടപ്പെടാനുള്ള കാല് പിടിക്കും. കാലുപിടിക്കുന്നല്ല, പുള്ളിക്ക് ഏതപ്രകടനം അങ്ങനെ അതാണ്. ഇപ്പൊ നമ്മള് ആൾക്കാർ ഇപ്പൊ ആദ്യം ലാലേട്ടനെയും പൃഥ്വിരാജിനെയും ആണത്തത്തിന് രൂപമായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരാഴ്ച കഴിഞ്ഞാൽ പെട്ടെന്ന് ലാലേട്ടനെ അതിൽ നിന്ന് വിട്ടു. അത് ലാലേട്ടൻ മാപ്പോ ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് അവസാനം ഇപ്പൊ നമ്മൾ സംഖ്യ ആവാതിരിക്കാൻ വേണ്ടി പടത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനകത്തുണ്ട്. പുള്ളി ലാലേട്ടൻ എന്നും റൈറ്റ് വിങ്ങിനോട് അഫിലിയേഷനോ അല്ലെങ്കിൽ ചെറിയ ഉള്ളതായിട്ട് പുള്ളി കാണിച്ചിട്ടുണ്ട്. പുള്ളി വോട്ട് ചെയ്യുന്ന ആർക്കായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ ഒരു ഊഹമുണ്ട്. പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ അതിന് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഈ രാജ്യത്ത് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി പുള്ളി വർക്ക് ചെയ്യുന്ന എന്താ തെറ്റുള്ളത്? ഇപ്പം മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനായിട്ട് ഇരിക്കാമെങ്കിൽ ലാലേട്ടനെ ചെയ്യാം. ലാലേട്ടനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്ന സെക്യുലറിസവും ഇൻഡിപെൻഡൻസും. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ പ്ലസ് ആയിട്ട്. അതായത് അത് ചെയ്യണതിനെ താഴ്ത്തി പറയാനല്ലോ ഒന്നും. പക്ഷെ അതിന്റെ പുറകിൽ ഈ ഇഷ്യൂ അല്ലെങ്കിൽ ഈ മാപ്പ് പറയിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. പറഞ്ഞു എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ പറയിപ്പിച്ചതാണ് പറയിപ്പിച്ചതാവാൻ സാധ്യതയില്ല. ഇതിനകത്ത് ഈ പ്രശ്നം ഉണ്ടായതും ഒപ്പം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഊഹാപോഹം പറയാനേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ED റെയ്ഡ് വന്നപ്പോഴാണ് ഞാൻ വരുന്നു, ആന്റണി പെരുമ്പാവൂരിന് വരുന്നു, വന്നു. അല്ല, അതിന് മുന്നേ പുള്ളി ഖേദപ്രകടനം നടത്തി കഴിഞ്ഞു. ED നോട്ടീസ് വരുന്നതിന് ഖേദപ്രകടനം. പക്ഷേ എന്നിട്ടും ഇത് വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് റിപ്പർക്കഷൻസ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ആഹാ, ആ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ എഡിറ്റ് പറഞ്ഞതില്ലേ, അത് ഫസ്റ്റ് ആഴ്ച തന്നെ നല്ല കളക്ഷൻ പിടിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അതായത് ഇതന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആരും എഡിറ്റ് ചെയ്യാൻ അവരോട് പറഞ്ഞില്ല, ആഡ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. പറഞ്ഞ പോലെ ഞങ്ങൾ സ്വമേധയാ ചെയ്യുന്നു, അതായത് ജനങ്ങളുടെ സെന്റിമെന്റ്സ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇവര് പറഞ്ഞത്. അപ്പൊ എന്താ ആ ഒരു 3 ദിവസം ഷോ
ഫില്ലായി കിട്ടിയിട്ടുണ്ടോ? അതാ ഈ പറഞ്ഞ പോലെ എല്ലാ സാംസ്കാരിക നായകന്മാരും വരുന്നു, സത്യം പറഞ്ഞാ Call to കുറെ- action, പടം കാണൂ, നമ്മുടെ പടം അതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് അതായത് ഇവര് ഭയങ്കര ആവേശം കൊണ്ടിട്ട് ഇവരൊക്കെ സിനിമ കാണാൻ പോയപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് എങ്ങനെയാ സിനിമ കണ്ടേന്ന് എനിക്കറിയില്ല. മേടയിൽ ആശാനത് അന്ന് ഡാൻസ് പ്രാക്ടീസ് കാണുമോ എവിടെ തിരുവാതിര അവരൊക്കെ അപ്പൊ ഒരു സഹിഷ്ണുത കാണിച്ചെങ്കിൽ കൊള്ളാം. ആ സഹിഷ്ണുത എല്ലാവർക്കും ഉണ്ടാവട്ടെ. പുള്ളി അത് കണ്ടിറങ്ങിയിട്ട് പുള്ളി പറഞ്ഞ പടം കാണാനാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിനെയാണ് അല്ല, അങ്ങനെയുള്ള ഈ പുള്ളിനെ മാത്രം വെച്ച് ഞാൻ പറയുന്നില്ല. അതായത് ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അതിനെ വാക്കാൽ തന്നെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുന്ന പൊളിറ്റീഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ സായിദ് മസൂദിന്റെ ബാക്ക് സ്റ്റോറി ആയതുകൊണ്ട് ഇത് മാത്രം കാണിച്ചാൽ മതി, അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. ഇതിപ്പോ കറക്റ്റ് എല്ലാം നടന്ന ഫാക്ട് അതിനുള്ള ബോധമുള്ള ഒരാൾ ഇതിനെതിരെ പ്രതികരിക്കാൻ നടക്കണില്ല. അതിനുള്ള ബോധമുള്ള ആൾക്ക് അറിയാം ഇത് സിനിമയായത് കഴിഞ്ഞത് കാര്യമില്ല, ഇത് എങ്ങനെ വേണമെങ്കിലും എന്ന് കാണിക്കാം. പറഞ്ഞാൽ നമ്മുടെ ഒരു ആ വ്യക്തിയുടെ ഒരു കാരിക്കേച്ചറാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഇപ്പൊ ആ രാഷ്ട്രീയ നേതാവിന്റെ ഒരു കാരിക്കേച്ചറാണ് കാണിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി തമാശ എന്ന രീതി കാണിക്കുമ്പോ അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ബോറല്ലേ. പിന്നെ അതുപോലെ എനിക്ക് സൈഡ് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ സ്റ്റാൻഡപ്പ് കോമിക്സ്, കുറെ സ്റ്റാൻഡപ്പ് കോമിക്സിന്റെ കേസിൽ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. വീർദാസിനായാലും, അതായത് ഇപ്പൊ വൺ ഓഫ് ദി ടോപ്പ് സാക്കിർ ഖാൻ, അതുപോലെ തന്നെയുള്ള സാക്കിർ ഖാൻ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. വൺ ഓഫ് ദി സാക്കിർ ഖാനെ പോലെ തന്നെയുള്ള ഒരു കോമിക് വീർദാസ്, പുള്ളിക്കാരൻ അതുപോലെ ഇഷ്യൂ നേരിട്ടുണ്ട്. ടു ഇന്ത്യ ടൂറിന്റെ പേരായിരുന്നു അതോ? ഇല്ല ടു ഇന്ത്യ അങ്ങനെ എഴുതിയ കവിതയുടെ പേരാണ്. അതിനെതിരെ പുള്ളിക്ക് നോട്ടീസോ എന്താണ്ടെങ്കിൽ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യനെ പുറത്തു പോയി നാട്ടിച്ചു എന്ന് പറഞ്ഞു. അമേരിക്കയിൽ അത് ഇന്ത്യ ചെയ്താൽ വെട്ടും. പിന്നെ പക്ഷെ അതിൽ വെട്ടാനുള്ള ലെവലൊന്നും അങ്ങനെ വലുതായി. പിന്നെ എന്താണ് അതിൽ അത്രയും, അതായത് ഈ വാക്കുകൾ ഇവരെ ഇത്രയും ചൊടിപ്പിക്കേണ്ട കാര്യം? ലോട്ടറി എടുക്കുന്ന പോലെയാണ് അത്. എപ്പോ ഇന്ന് നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞ എന്തേലും ഒന്ന് ഒരുപക്ഷെ നമ്മളെ ശരിക്കും വെട്ടാൻ ചാൻസ് ഉള്ള ഒരു കാര്യം നമ്മൾ അറിയാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഈ എപ്പിസോഡ് കാണുന്ന ഈ എപ്പിസോഡിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എപ്പോഴും ഇടുന്ന ഒരു സാധനം ഉണ്ട്. ഇതൊരു സെന്റിമെന്റ്സ് ഹർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന സാധനമല്ല. ഇറ്റ്സ് ഹാവിംഗ് എ ഡിസ്കഷൻ, ഹാവ് ഫൺ, എൻജോയ്. ഇത് അറിയാവുന്നതിന് പ്രശ്നമല്ല. അതായത് ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുക. ഇതൊരു എന്റർടൈൻമെന്റ് മാത്രമല്ല, നമ്മൾ സീരിയസ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഒപ്പീനിയൻ ഞാനിപ്പോ ലാലേട്ടന് വേറെ ഡൂപ്പിന് നിർത്തിയാലും കുഴപ്പമില്ല പറഞ്ഞതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യം. ഞാൻ തികഞ്ഞ ലാലേട്ടൻ പേരായിരുന്നു. അവിടെ ഈ പ്രശ്നം ഇരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ഇന്ന ആളാക്കുക എന്നുള്ള. ഇപ്പൊ നമ്മുടെ ഒരു ഷോർട്ട്സ് എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു മോഹൻലാൽ വിരുദ്ധനായി, ജോൺ ഒരു BJP സെറ്റ് പറഞ്ഞ ഉടനെ ജോണിനെ BJP വിരുദ്ധനാക്കി കമ്മ്യൂണിസ്റ്റുകാരനാക്കുക. നിങ്ങൾ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ സാധനം വെച്ചാൽ നിങ്ങൾ BJP കാരനായി. നമ്മൾ പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതായത് നമുക്ക് എപ്പോഴും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എനിക്ക് ഇന്ന് പിണറായി വിജയനെ വിമർശിക്കാനും നാളെ പിണറായി വിജയൻ ചെയ്യുന്ന നന്നാന്ന് പറയാനുള്ള അവകാശം അധികാരം ഉള്ളതിനെയാണല്ലോ ഡെമോക്രസി എന്ന് പറയുന്നത്. എനിക്കത് വേണം. അതുകൊണ്ടാണ് ഞാൻ എങ്ങ് സ്റ്റാൻഡ് ചെയ്യാത്തത്. ഇപ്പം എൻ്റെ അനീസ് എന്നിട്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ ഐഡിയോളജി പറയുമ്പോൾ ആൾക്കാർ പറയും അനീസ് രാഷ്ട്രീയ വിരുദ്ധനാണ് അല്ലെങ്കിൽ അരാഷ്ട്രീയവാദിയാണ്. ഞാൻ രാഷ്ട്രീയവാദിയാണ്. ഞാൻ രാഷ്ട്രീയവാദി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നിലവിലെ എക്സിസ്റ്റിംഗ് രാഷ്ട്രീയ കണ്ടീഷൻസ് തൃപ്തമല്ലാത്ത ഒരാളെന്ന നിലയിൽ ഞാൻ ആ രാഷ്ട്രീയത്തെ വെറുക്കുന്നതുകൊണ്ട് അരാഷ്ട്രീയവാദി. അതാണ് എൻ്റെ രാഷ്ട്രീയം. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയി? ഞാൻ വോട്ട് ചെയ്യാൻ പോകാത്തതിന് കാര്യം എനിക്ക് തൃപ്തിയുള്ള ഒരൊറ്റ ആള് പോലും ഇന്നേ വരെ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. എനിക്കതിലൊരു ഇതില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സ്വാർത്ഥനാണ്. ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്ന ഒരാളാണ്. എനിക്കിപ്പോ ഞാൻ ഇത് ഇത്രയും പ്രതികരിച്ചു. അടുത്ത ഗാന്ധി ജനിക്കുന്നവരെ ലാലേട്ടൻ പറഞ്ഞ പോലെ തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം. അതുപോലെ ആ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ കൊള്ളാവുന്ന ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ഇവരെ രണ്ടുപേരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള എന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി ഞാൻ ഇലക്ഷന് പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി രാജ്യം നന്നാക്കാൻ പോലും നിങ്ങൾ പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ഒരു കാര്യം ചെയ്യട്ടെ. ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾ അവരുടെ ക്രെഡൻഷ്യൽ എന്താണ്, അതുപോലെ അവർ ഇതിന് മുന്നേ ഒരു മന്ത്രി അല്ലെങ്കിൽ MLA ആയിരുന്നെങ്കിൽ അവർ കൊടുത്ത പ്രകടന പത്രിക എന്തായിരുന്നു, അതിൽ എത്ര എണ്ണം അവർ ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും ഫാക്ച്വലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യും. എനിക്കതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടായില്ല. ഇവരെഴുതുന്നതെല്ലാം ചെയ്തു എന്ന് തന്നെ എനിക്ക് ഒരു അടുത്തോണം. ഇതിന് സത്യം പറഞ്ഞ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്? ഞാൻ ചോദിക്കട്ടെ, അതാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് നിങ്ങളുടെ ഇത്ര MLA-മാർ 140 എത്ര MLA-മാരാ ഉള്ളത്? 144. ഓക്കെ, അല്ല 140 MLA-മാർ. ഇവര് ഒരു പ്രകടന പത്രിക എന്ന് പറഞ്ഞൊരു സാധനം
ഇവര് ഇറക്കുന്നതാണ്. എന്നിട്ട് അതിനുശേഷം ഇവർ അതിൽ എന്തൊക്കെ ചെയ്തു, ഇത് വെരിഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ബോഡി ഉണ്ടോ? പ്രതിപക്ഷം അല്ലല്ല, ഇത് നിനക്ക് ഓപ്പൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ശരിക്കും. വിവരാവകാശത്തിൽ എഴുതി കൊടുത്തു. അതായത് ഒരു ടീം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് വെരിഫൈ ചെയ്യണം ഇവർ പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ടോ. പബ്ലിക് ഡിബേറ്റിലൊക്കെ ഈ മീഡിയക്കാർ ചോദിക്കുമല്ലോ, നിങ്ങൾ ഇത് പറഞ്ഞത് ചെയ്തില്ല, ഇത് അത് പക്ഷേ എത്ര ചോദിക്കുന്നില്ല. ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു APR ഉണ്ടാക്കണം, APR ഉണ്ടാക്കി എല്ലാ വർഷവും ഇത് ഇതിന്റെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം മറക്കും ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് അറിയും. ഇന്ന് ഭരണം കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളും അടുത്ത ഇലക്ഷൻ വേണ്ട ഫണ്ട് സാധനങ്ങളൊക്കെ സ്വരൂപിക്കുക. ഇലക്ഷൻ വരണേന് ഒരു കൊല്ലം മുമ്പ് എല്ലാത്തിനും കല്ലിട്ട് തുടങ്ങാം. അപ്പൊ കല്ലിട്ട് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പ്രകടന പത്രികയിൽ ഇത്ര സാധനങ്ങൾ തുടങ്ങി വെച്ചു. ആ ഇലക്ഷന്റെ സമയത്തുള്ള ഓർമ്മയുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് നമ്മുടെ ഇത് നോക്കൂ, നമ്മുടെ ബസ് സ്റ്റോപ്പ് നോക്കൂ, നമ്മുടെ ഇതിലേക്ക് അത് ചെയ്തു തുടങ്ങി ഇത് ചെയ്തു തുടങ്ങി എന്ന് പറയും. വീണ്ടും ഇലക്ഷൻ കഴിയുമ്പോൾ ആൾക്കാർ എന്റെ അഭിപ്രായത്തിൽ ആൾക്കാർക്ക്, സാധാരണക്കാർക്ക്, ഇപ്പൊ എല്ലാവരുടെയും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇയാള് എന്തൊക്കെ ചെയ്തു, എത്ര സുരേഷ് ഗോപി ഇത്ര സാധനങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് കയറി പോയിട്ടുള്ളത് പ്രകടമായ രീതിയിൽ ഒന്നും ഇപ്പോ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ സമ്മതിക്കണ്ടേ, പുള്ളി അങ്ങോട്ട് പോയ ക്യാമറ പിടിച്ചോണ്ട് പോകുന്നു, പുള്ളിക്ക് മനസ്സമാധാനം കൊടുക്കുന്നു. ആള് ഈ ടേം കംപ്ലീറ്റ് ചെയ്യണ സമയത്തുണ്ടല്ലോ, ആള് കൊണ്ടുവന്ന് ഇടും 4 കല്ല് പേര് എഴുതി വെച്ചിട്ട്. IIM അല്ല, IIT അല്ല, മറ്റേത് എയിംസ് തൃശ്ശൂർ കൊണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ചിലപ്പോ ചെയ്യായിരിക്കും ആ സമയത്ത്. ചെയ്യട്ടെ. ആൾക്കാരെല്ലാം വാഴ നനയുമ്പോ ചീര നനഞ്ഞാൽ മതി. നമ്മള് ചീരയാണ്, അവര് വാഴയാണ്. വാഴ നനയട്ടെ. സുരേഷ് ഗോപി വാഴയാണെന്ന് ജോൺ കാത്തിരിക്കുക ഫോർ വാഴ 2. ഇല്ല, മനുഷ്യന്മാരെല്ലാം സ്വാർത്ഥന്മാരാണ്, മണ്ടന്മാരാണ്. ഇതിന്റെ മുകളിലൊക്കെ നമ്മൾ ഒരു ലെവല് കയറാൻ ഒരു എഫേർട്ട് ഇടുന്ന ആൾക്കാർ, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും നീയും എല്ലാവരും. ദീപക്, ജീവിതത്തിൽ എന്താണ് മണി, വിമൻ, പവർ, ഡ്രഗ്സ്, ഈ 4 സാധനം. പവർ, ഡ്രഗ്സ്, ഇതാരോ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എനിക്കറിയില്ല ഇതില് എന്തായിരിക്കും കട്ട് ചെയ്യുമ്പോൾ. പക്ഷെ സഹിഷ്ണുതയുള്ള ഒരു ജനതയാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനോട് നിങ്ങളൊരു സഹിഷ്ണുത കാണിക്കണം. ഇപ്പൊ ഇതിനകത്തുനിന്ന് ചിലപ്പോൾ ഏറ്റവും നല്ല രാഷ്ട്രീയ മനുഷ്യത്വമാണ് വേറെ ഒരു വ്യക്തിയെ വെറുക്കാതെ ഇരിക്കുക, അല്ലേ? അതായത് ആരും ഒന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ വിശ്വസിക്കാതിരിക്കുക, വേറെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, അത്രേ ഉള്ളൂ. ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞ് ഒരു 10ാമത്തെ ആളുടെ അടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവനവന്റെ മനോധർമ്മം അനുസരിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ചെവിയിലേക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തെത്തുന്ന ഒരു ന്യൂസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമ്മള് പിന്നീട് ഒരു ലഡ്ഡു എടുത്ത് തിന്നിട്ട് പറഞ്ഞാൽ മതി. റിൻഷാനോട് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പറയാൻ പറഞ്ഞ അത് വേറെ കേസോ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ആൾക്കാർക്ക് ഫാന്റസി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു അത്ഭുതം, ജോൺ നാളികേരം വെട്ടുകൊത്തിക്കൊണ്ട് വെട്ടി തുറന്നു എന്ന് പറയണേ. പക്ഷെ ഇവന് കഥ പറയാൻ ഇഷ്ടമുള്ള ആളാ. ജോൺ വരുമ്പോ ഒരു നാളികേരം വെട്ടുകൊത്തി കാണാനില്ല, കൈയെടുത്തിട്ട് ഒറ്റപ്പെടാം വെട്ടുകൊത്തി. അപ്പൊ കേട്ടോനും അങ്ങനെ ഒരാളുണ്ട്, ഒരു ശക്തിമാൻ. അപ്പൊ അങ്ങനെ പിന്നെ ഇവൻ 4 കഥ പറയും എന്തായാലും. പിന്നെ ഇവന്റെ ഐഡന്റിറ്റി ജോണിന്റെ ഫ്രണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജോൺ ഇങ്ങനെ കൈകൊണ്ട് തേങ്ങ വിളിക്കുന്ന ആളാണ്. അപ്പൊ ഇവനൊരു കഥ കിട്ടി, അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്. പിന്നെ ജോൺ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ, കഥകൾ വരും. അപ്പൊ അല്ല, സത്യത്തിൽ വെട്ടുകൊത്തിക്കൊണ്ട് തേങ്ങ പൊളിക്കാൻ ചെയ്തിട്ടുള്ളത് ജോൺ പാവാണ്. ഇവൻ കൈ പൊക്കിയ ഒരു ചായ ഒരു വെള്ളം പോലെ എടുത്തു തരില്ലേ, അവനാണ് തേങ്ങ കിട്ടുന്നത്. പോടാ, അവിടെ നമ്മൾ പോയി അടിക്കുമ്പോ നമുക്കൊരു ഡോപ്പമിൻ റിലീസ്. അതെ, എന്റെ കൂട്ടുകാരനുണ്ട് രാകേഷ് വന്നിട്ട് അവിടെ ഇവിടെ കേൾക്കുന്ന ചെറിയ കുൽസിത കഥകൾ നമ്മളെന്ന് പറയും. എന്നിട്ട് നമ്മളിത് ഫുള്ളിരുന്ന് കഥ കേൾക്കണ്ട. അത് കഴിയുമ്പോ നമുക്ക് അറിയാവുന്ന ആൾക്കാർ സർക്കിളിലുള്ളതൊക്കെ ആയിരിക്കും. രാകേഷ് എല്ലാം കഴിഞ്ഞ് കഥ പറഞ്ഞ് പോണ സമയത്ത് രാകേഷ് നിങ്ങൾ ഇനി ഇത് വേറെ ആളുടെ അടുത്ത് പറയുമ്പോൾ മസാല ചേർക്കരുത് കേട്ടോ, ഞാൻ എന്റെ ആവശ്യത്തിന് കുറച്ച് ഇതിൽ ചേർത്തുണ്ട്, ഇനി ചേർക്കരുത് എന്ന് പറയും. പക്ഷെ ഞാൻ പറയുമ്പോ അടുത്തടുത്ത് ഒരു 4 മസാല എന്റെ വക ഉണ്ടാവും. അപ്പൊ ഈ കഥ വലുതായി വരും. അങ്ങനെയാണ് എല്ലാ കഥകളും. നമുക്ക് നേരിട്ടറിയാത്ത എല്ലാ കാര്യങ്ങളും
അങ്ങനെ തന്നെയാണ്. നമ്മൾ Take it with a ഈവൻ pinch of നമ്മൾ salt. ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പോലും നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് ആ സമയത്ത് ഒരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല. വണ്ടി ഇടിച്ചത് എങ്ങനെയാന്ന് ചോദിക്കും. നമ്മളെ ഒരു വണ്ടി ഇടിച്ചു, നമ്മൾ ആ വണ്ടി ഇടിച്ച സമയത്ത് നമ്മൾ ബ്ലാങ്കാ, ടോട്ടൽ ബ്ലാങ്കാ, എങ്ങനെ വണ്ടി ഇടിച്ചത് നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ ഇരുന്ന് ആലോചിക്കണം, ഞാൻ ഇങ്ങനെ കിടന്നപ്പോ എന്നെ ഇങ്ങനെ ഇടിച്ചതായിരിക്കും. പിന്നെ നമ്മൾ തന്നെ ഒരു കഥ ഉണ്ടാക്കാൻ തന്നെയാണ്. നമുക്ക് ശരിക്കും ഓർമ്മയില്ല നമ്മളെ വണ്ടി ഇടിച്ച എങ്ങനെയാന്ന് വല്ല CCTV കണ്ടാലേ അറിയുള്ളൂ. പക്ഷെ നമ്മൾ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അങ്ങനെ കിടക്കണം എന്ന് വിചാരിച്ചാൽ അപ്പൊ ഇയാളിങ്ങനെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടന്ന സാധനം നമുക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല. പക്ഷെ നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് ഉണ്ടാക്കാണ്. ഈ സൈഡ് ഫാസ്റ്റ് ട്രാക്ക് ആണ്, ഇപ്പൊ ഇതിൽ കൂടെ പതുക്കെ വരുമല്ലോ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാണ് ഇടിച്ചതാണ്. നമുക്കറിയാവുന്ന അത്ര അറിയാവുന്ന കാര്യം പോലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വേറെ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യൻ അങ്ങനെ ഒരു കഴിവുണ്ട്. അതെ, അതാണ് നമ്മൾ ആപ്പിള് കഴിച്ചോട് വീട്ടിൽ വന്നത്. ആദാമിന് കഴിച്ച ബോധോദയത്തിന്റെ സാധനല്ലേ. അപ്പുറത്തിരിക്കുന്ന ആളും വീണ്ടും തിരിച്ചു വന്നത് ആപ്പിൾ കഴിക്കാൻ പ്രേരിപ്പിച്ചത് ലൂസിഫറാണ്. ലൂസിഫർ അതായിരിക്കും ചെയ്തത്. അതായത് മനുഷ്യന് നന്മതിന്മകളുടെ തിരിച്ചറിവ് എന്നാണ് പറയുന്നത്. അത് കഴിച്ചാൽ ഉണ്ടാവണം. അതുവരെ മനുഷ്യന് ഒരു പ്രശ്നമില്ല, മനുഷ്യന് നാണമില്ല, ഒന്നുമില്ല. ഇത് കഴിച്ചതിന് ശേഷം നാണം വന്നല്ലേ. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നത് പേടിയും വ്യാകുലതയുള്ള ഒരു മനുഷ്യൻ. ഏറ്റവും മനുഷ്യന്റെ ബേസിക് ഇത് ഈ കിട്ടിയിട്ടുള്ള ആയുസ് മുഴുവൻ ജീവിച്ചു തീർന്ന് മരിക്കണം എന്നുള്ളതാ. അപ്പൊ ആ പേടി എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും പേടിയും അല്ലാതെ വെറുതെ ആൾക്കാരെ കൊല്ലിക്കാൻ വിടുമ്പോ പിന്നീന്ന് പറയാം വീരനൊരു മരണേ ഉള്ളത്. പറയണം പിന്നിലായിരിക്കുള്ളൂ, വീരനെ ഫ്രണ്ടിക്ക് വിടും. അപ്പൊ എല്ലാരും വലിയ വീരന്മാരെന്നാണ്. എന്നാലും നമ്മൾ പറയും ഇന്നമാരി നേരത്തിലുള്ള വീരങ്ങൾ സുഹൃത്ത വാക്കുന്ന നോക്കാം എന്നുള്ള പോയിന്റ്. ഈ സമയത്തൊക്കെ സാധാരണ ധീരന്മാര് പറയുന്ന എന്ത് മൈര് വന്നാലും നോക്കാം, നമുക്ക് നേരിടാം. സിനിമയില് മാത്രം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നേരിടാൻ വലിയ പാടായിരിക്കും. പക്ഷെ നമ്മൾ ഇനി പറയും, കാരണം എനിക്ക് നമ്മുടെ എക്സ്പ്രഷൻ വിധി പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എമ്പുരാൻ അതിനു വേണ്ടിയാണല്ലോ മുറവിളി കൂട്ടിയത്, ഫ്രീഡം ഓഫ് സ്പീച്ച്. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാവർക്കും പറയാൻ പറ്റണം. അല്ല, എമ്പുരാൻ മാത്രമല്ല എല്ലാ പാർട്ടീനെ പറ്റിയും പറയാൻ പറ്റണം. അതാ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ലേ? അതായത് ഈ സന്ദേശമാണ് പഴയ സിനിമ. സന്ദേശമൊക്കെ അന്ന് വിമർശിക്കപ്പെട്ട പടം തന്നെയാണ്. അതുപോലെ ഇപ്പൊ പറയുമ്പോൾ അത് കൾട്ടല്ലേ, നമ്മ അതിന് ആരും ഒന്നും പറഞ്ഞില്ലോ, അന്ന് എന്തൊക്കെ പറഞ്ഞു നമുക്ക് അറിയത്തില്ല. അന്ന് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. പിന്നീട് ഇതുപോലെ PK എന്ന് പറഞ്ഞ സിനിമ വന്നു, പത്മാവത് എന്ന് പറഞ്ഞ സിനിമ, ഇതുപോലുള്ള പക്ഷെ അതൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്ന പടങ്ങൾ മാത്രമേ ഹിറ്റ് ആവുന്നുള്ളൂ. അല്ല, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ട് ഹിറ്റ് ആവാത്ത പടങ്ങളുണ്ട്. നീ പറഞ്ഞ TP ഇഷ്യൂ മാത്രം ഉണ്ടായ കേരള സ്റ്റോറി പ്രോപ്പർ പ്രൊപ്പഗൻഡ മൂവിയാണ്. ഞാൻ കാശ്മീർ ഫയൽസ് കുറച്ച് കണ്ടിട്ടുണ്ട്. പടം കൂറയാണ്, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അതിന്റെ രാഷ്ട്രീയം അത് ശരിക്കും പറഞ്ഞ ഈ കാശ്മീരി മുസ്ലിങ്ങളുടെ വില്ലനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പടമാണ്. അതിൽ അങ്ങനെ അതേ ഉള്ളൂ, വരുന്നു, അവർ തിന്നുന്നു, റേപ്പ് ചെയ്യുന്നു, കൊല്ലുന്നു. ഇതിൽ കഥ എവിടെയും പോകുന്നില്ല. അപ്പൊ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പം ഞാനും അച്ഛനും അച്ഛന് കത്തി വരുന്നുണ്ട്. ഞാൻ ഇതിൽ സിനിമ നോക്കി നിൽക്കുന്ന, എനിക്ക് സിനിമ കൊള്ളൂല എന്നുള്ളൊരു സാധനം. കേരള സ്റ്റോറിയും വളരെ നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ മലയാളികളെ അൺറിയലിസ്റ്റിക് ആയിട്ട് ആകെ ഗുണം ഉണ്ടായത് അതിനകത്ത് മറ്റേ മലയാളിയായിട്ട് അഭിനയിച്ച പെങ്കൊച്ചല്ലേ, ആദാ ശർമ്മ, എന്താ അവളുടെ പേര്? അവള് മലയാളിയായിരുന്നു. അവൾക്ക് എന്താണ്ട് അവാർഡൊക്കെ കിട്ടി. സിനിമ എടുക്കണമെന്ന് ചാവ എടുത്തോലെ എടുക്കണം. ചാവ ഇസ് എ ബ്രില്യന്റ് മൂവി. ചാവ എനിക്ക് ആക്ച്വലി അതിൽ പെർഫോമൻസ് ഭയങ്കര, ഇതൊക്കെ ഒരു കാര്യമുണ്ട്, മാർക്കറ്റിംഗ് ആണ്. സിനിമയുടെ എക്സ്പെക്ടേഷൻ ലെവലിന്റെയും കാട്ടി ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്താണ് ചാവ കാണാൻ. എന്ന് വെച്ചാൽ ഞാൻ നല്ല പടമായിരുന്നു, കാരണം ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ലാതെ പോയതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ എക്സ്പെക്ടേഷന്റെ മുകളിൽ അടിച്ചാലേ പടം നമുക്കൊരു ഹാപ്പിനെസ് തരുള്ളൂ. അപ്പോ എനിക്ക് ചാവേണ്ടപ്പോ പുള്ളിയുടെ പെർഫോമൻസും മേക്കിങ്ങും സാധനമൊക്കെ അടിപൊളി. എക്സ്പെക്ടേഷന്റെ മുകളിൽ അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ചാവ എനിക്ക് കണ്ടപ്പോ തോന്നിയെന്ന് വെച്ചാ ഈ ഒരു വില്ലനൈസേഷൻ ഉണ്ട്, മുഗൾസിന്റെ സാധനമുണ്ട്. അതാ പ്രൊപ്പഗൻഡ ഉണ്ട്, വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ മേക്കിങ്ങും സാധനം കണ്ടോണ്ടിരിക്കും. നീ പറഞ്ഞ കമ്പാരിസൺ കേരള സ്റ്റോറീസിനോടും ഈ കാശ്മീർ ഫയൽസിനും കമ്പയർ ചെയ്യുമ്പോൾ എന്തൊരു കൂറ പടം എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അവര് വൃത്തിയായിട്ട് ചെയ്ത് കളക്ഷൻ ഉണ്ട്, അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും പ്രൊപ്പഗേറ്റ് ചെയ്യും, അത് അവർ ചെയ്യണം. എല്ലാ എഴുത്തുകാരനും ഒരു പൊളിറ്റിക്സ് ഇല്ലേ? അത് അവരുടെ. ഇപ്പൊ ഞാൻ എഴുതുമ്പോഴും നീ പറയുമ്പോഴും ഞാൻ എല്ലാവരും നമ്മൾ
ഇപ്പൊ ഞാനീ പറഞ്ഞ പോലത്തെ എന്റെ ഐഡിയോളജി നല്ല ശരിയാണെന്നൊന്നുമില്ല. ഞാൻ എന്റെ ജീവിതം കൊണ്ടും എന്റെ ചിന്ത കൊണ്ടും ഞാൻ പഠിച്ച കാര്യമാണ്. അത് ശരിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം തീർന്നില്ല, ഞാൻ ആരായി? അങ്ങനൊന്നും ഇല്ല ഇതിനകത്ത്. ഇത് എത്രയാണ് ഇതിനകത്ത്? ഇപ്പൊ നമ്മുടെ വീഡിയോസിന്റെ ആൾക്കാർ See, ഞാൻ ഇതിലുള്ളൊരു പറയും, ഞാൻ നല്ലത് ന്യൂസ് ചാനലല്ല. ന്യൂസ് ചാനൽ ആൾക്കാരെ അപ്പോഴാണ് അനീസിക്ക് ഇപ്പൊ ഒരു 5 മില്യൺ ഫോളോവർ ഉള്ള ഒരാളാണെങ്കിൽ, അതായത് നീ 5 മില്യൺ ഒരു 10 മില്യൺ 10 മില്യൺ. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഒരു ഹേർഡ് മെന്റാലിറ്റി ഉണ്ടല്ലോ. അപ്പൊ അവരിത് ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാതെ ഏറ്റവും പോപ്പുലർ ആള്, ഇപ്പൊ അനീസിക്ക് 5 മില്യൺ ഫോളോവർ ഉള്ള ഒരാള്, നിങ്ങൾ 10,000 ഫോളോവർ ഉള്ള 10 മില്യൺ 10 മില്യൺ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കേട്ടോ, നീ ചെറുതാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറയുന്ന പോയിന്റ് ഇപ്പൊ പലരും അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 മില്യൺ ഫോളോവർ ഉള്ളതായതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഇപ്പൊ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒബ്ജക്ടിവിറ്റിയുടെയും കാട്ടി കൂടുതൽ പോപ്പുലർ ആള് പറയുന്നത് എന്താണോ അതാണ് കൂടുതൽ ശരി എന്നുള്ളൊരു ഇംപ്രഷൻ ചെറുതായിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ടല്ല ഉണ്ട്, അത് മനുഷ്യന്റെ ഒരു കൂടുതൽ ഫോളോയിങ് ഉള്ള ആൾക്കാർ പറയുന്നത് ശരിയാണ്. പണ്ട് ഇപ്പൊ ഈ ആക്ടേഴ്സ് പൊളിറ്റിക്സിലോട്ട് വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജനസമ്മതിയുള്ള ഒരാള് ഒരു നമ്മുടെ താഴെയുള്ള ഒരു മുമ്പുള്ള ഒരു ജനറേഷന് പ്രിന്റ് ചെയ്ത് വരുന്ന എല്ലാം സത്യമാണ് എന്ന് തോന്നുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് വാട്സപ്പ് ഇപ്പൊ കിട്ടിയിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ. അവർക്ക് അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ട് പത്രം വായന നല്ലൊരു ശീല. ഈ പത്രത്തിലൂടെ കാര്യങ്ങൾ ലോകവിവരം അറിയാം, പത്രത്തിൽ വരുന്നത് സത്യമാണ്. മിനിമം ഒരു ഇൻവെസ്റ്റിഗേഷനോ സാധനം നടന്നിട്ടുള്ള സാധനമാണ് പത്രത്തിൽ വരുന്നത്. പത്രം ഭയങ്കര റിലയബിൾ സോഴ്സ് ഓഫ് ഇതാണ്. അങ്ങനെ വിശ്വസിച്ച് വരുന്ന അതിന് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് അവർക്കറിയാം, എന്നാലും അതിൽ ഒരു വിധം സത്യം ഉണ്ടെന്ന് പറഞ്ഞു തരുന്നവർ. അവർക്ക് പ്രിന്റ് ചെയ്ത് വരുന്നെല്ലാം സത്യമാണ്. അപ്പൊ ഇന്റർനെറ്റിൽ വരുന്നതെല്ലാം അവർക്ക് സത്യമാണ്. അവര് ആ ഒരു ജനറേഷനാണ് നമ്മൾ കളിയാക്കുന്നത്. വാട്സപ്പില് നാസ മറ്റേ സാധനം പുറത്തേക്ക് അവര് അറിഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാ, ഇങ്ങനെ ഒരു തന്നെ ഒരു ഫീച്ചർ എഴുതി വിടണമെങ്കിൽ അവ അതിനെ കുറിച്ച് പഠിച്ചിട്ട് എഴുതിയിരുന്നായിരിക്കും. പക്ഷെ അതാ പറഞ്ഞത്. ഇപ്പൊ ഏത് പോഡ്കാസ്റ്റ് നടത്തുന്നതിന് എന്ത് സത്യമാണെന്ന് വിളിച്ച് പറയാം. ഇപ്പൊ നമ്മള് ഭയങ്കര ഒരു ഡെപ്തിലിരുന്ന് പറഞ്ഞ ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞു. പക്ഷെ അത് പറയാം, പക്ഷെ അത് ഇതിന് ഈ താഴെ വന്നിട്ട് വിവരമുള്ളവർ അതിനെ അടിക്കുകയും ചെയ്യും. അല്ല നിന്റെ കൂടെ നിന്റെ ഐഡിയോളജി എത്ര പേര് വായിക്കും? അല്ലല്ല ഇതില് എടുക്കണവരുണ്ടല്ലോ, അവര് വന്നിട്ട് അതിനെ കോൾ ഔട്ട് ചെയ്യും. ചിലപ്പോ നിന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ അതിനെ താങ്ങുകയും ചെയ്യും. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും, ചെയ്യാൻ പറ്റത്തില്ല. അനീസിക്ക് എന്താ വരാതെ പറഞ്ഞാൽ അത് എടുക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക്. മനസ്സിലായോ? നാളെ അനീസിക്ക ഫോർ MLA അല്ലേ? കാരണം ഇങ്ങനെ വേറെ ആർക്കും വോട്ട് ചെയ്യില്ല, ഇങ്ങനെ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അനീസിക്ക് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? എന്റെ സൊല്യൂഷൻ എന്റെ സൊല്യൂഷൻ ഒന്നുമില്ല. എന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു. സുരേഷ് ഏട്ടന് ഒരു അവസരം കൊടുത്ത പോലെ BJP വന്നിട്ട് അനീസിക്കയെ ഞാൻ മത്സരിക്കാം. വൈ നോട്ട്? കാരണം വേറൊരു പാർട്ടി നിർത്തത്തില്ല. അതെ, ഐഡിയൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ്. നമ്മൾ പറയുന്ന പോയിന്റ് അനുസരിച്ച് ജനങ്ങൾ നന്നാവുമ്പോൾ സമൂഹം നന്നാവും എന്ന് പറഞ്ഞാൽ BJP എല്ലാ കാൻഡിഡേറ്റും നന്നാവുകയാണെങ്കിൽ BJP നന്നായില്ല, നമ്മളിപ്പോ പ്രശ്നങ്ങൾ ഇല്ലാതായില്ലേ? അത് കുറച്ച് ബുദ്ധിമുട്ടാ. പക്ഷെ അന്ന് ഈ ഇഷ്യൂ നടന്ന സമയത്ത് വാജ്പേയി ഭരണല്ലേ അന്ന്? ഏത് ഇഷ്യൂ നടന്ന സമയത്ത്? അന്ന് ആള് വന്നിട്ട് ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട് മോദീനെ. ആള് സ്റ്റേജിൽ വന്നിട്ട് ഒരു ഭരണകർത്താവ് അവരുടെ നാട്ടിലെ ആൾക്കാരുടെ ജാതിയും അതൊന്നും നോക്കാതെ പ്രവർത്തിക്കണം ഇത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് എന്താ പുള്ളി ഒതുക്കിട്ട് പുള്ളി വാജ്പേയി രീതിയിൽ കുറെ കേട്ടിട്ടുണ്ട്. പുള്ളി പ്രോപ്പറായിട്ട് ഒതുക്കിയത് ആരെയാണ്? LK അദ്വാനിനെ അദ്വാനിജിനെ ഒതുക്കിയിട്ടാണ് പുള്ളി. BJPയുടെ ഒരു ലൈൻ ആൾക്കാരെയൊക്കെ ഇവര് മറ്റേ പരിക്കർ, മനോഹർ പരിക്കർ, അരുൺ ജെയ്റ്റ്ലി ഇവരൊക്കെ ഒരു ലൈൻ മറ്റേ വാജ്പേയി ഫോളോയിങ് വന്ന് ഒരു അപ്പോഴത്തേക്കാണ് ഒരു ഗുജറാത്ത് തരംഗം അങ്ങ് അടിച്ച് ഗോത്രയെന്ന് തുടങ്ങി വന്ന് വെട്ടി നാഷണൽ പൊളിറ്റിക്സ് അത്യാവശ്യം തല്ലുള്ള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് ചോദിച്ചാണ് എമ്പുരാൻ അതിന്റെ കോൺട്രവേഴ്സിയെ പറ്റി പറയണമെന്ന്. നമ്മൾ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സി ഞാനൊക്കെ ചിരിച്ചിവിടെ ഇരിക്കണം, പിടിക്കണില്ലാലോ നിനക്കൊന്നും. അല്ല നമ്മള് തമ്മിൽ നമുക്കറിയാം മറ്റേ ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, 3-ാം തീയതി ബാംഗ്ലൂർ
വെന്യൂ ഒന്ന് അടിച്ച് തകർത്തു. മിക്കവാറും ഇന്ദിരാനഗർ കത്തിക്കും. ബാംഗ്ലൂര് ഇന്ദിരാനഗറിൽ അപ്പൊ ജോണിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. ആ വെന്യൂടെ പേര് പറയൂ. കോമഡി Comedy തിയേറ്റർ. theatre. കോമഡി തിയേറ്റർ മെയ് 3 വൈകുന്നേരം 5 മണിക്ക് 5 മണിക്ക് നിങ്ങളുടെ സ്വന്തം ജോർജ് നിങ്ങൾക്ക് വേണ്ടി Snake സ്നേക്ക് ലെഡർ നമുക്ക് അവിടെ കളിക്കാം. ഞാൻ ലൂസിഫറിനെ പറ്റി ഒരു 5 മിനിറ്റ് പിറ്റും ചെയ്യുന്നതായിരിക്കും. അന്ന് 15 മിനിറ്റ് ദീപക് മോഹൻ ഓപ്പൺ ചെയ്യും. അതിനുശേഷം എന്റെ 1 മണിക്കൂറിന്റെ അടുത്ത് വരുന്ന ഒരു പെർഫോമൻസ് ആണ്. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ വന്നിരുന്ന് പറയുന്ന കഥകളെ കുറച്ചും കൂടി പോളിഷ് ചെയ്ത് പറയുന്നതാണ്. നമ്മൾ അത് മലയാളികളുടെ ഒരു വിജയമായി നിങ്ങൾ കാണുക. മനസ്സിലായില്ലേ? അതിനകത്ത് മിക്കവാറും ഒരു 30 ഘട്ടങ്ങളും വരും. ബാംഗ്ലൂർ ബാക്കി കോമിക്സിനൊക്കെ ആൾക്കാർ കയറണ കണ്ടോണ്ട് മലയാളികൾ ഒന്നിച്ച് നിൽക്കണം ഇതിനു നമുക്കൊരു വേണ്ടി. പാൻ ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കോമിക് വേണ്ടേ? അതെ വേണം തീർച്ചയായും. എന്നിട്ട് നൈസായിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യണം. അനിൽ ഫ്രാൻസിസും ടീമും വരണം. ജോൺ ചോയുടെ നമ്മുടെ കത്തോലിക്ക സഭയുടെ ഇത് നമ്മൾ നസ്രാണികളുടെ ആവശ്യമാണ്. എന്നിട്ട് അപ്പുറത്ത് മലയാളികളെ എന്തായാലും നമ്മൾ മലയാളികളുടെ പവറോടെ കാണിക്കുന്നത്. അതെ, മലയാളികൾ എന്തിനാ ഞങ്ങൾ കത്തിക്കണം. തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ സുരേഷ് ചേട്ടനോട് ഒരു മെസ്സേജ് പറയാൻ പറയല്ലേ സോഷ്യൽ എന്റെ മീഡിയ. പൊന്നു ജോൺ ജോ തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ അഭിപ്രായം പിന്നെ പ്രത്യേകിച്ച് പറയട്ടെ, എന്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ പൊളിറ്റിക്സ് ഇല്ല. എന്റേതായ ചെറിയൊരു പൊളിറ്റിക്സ് ഉള്ളത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരഭിപ്രായം കാണും. അത് അങ്ങനെ തന്നെ വേണം. അതെ, അഭിപ്രായങ്ങളായിട്ട് പറയാം. നമ്മള് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ സവാർക്കറിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ബോധമൊന്നുമില്ല. എനിക്ക് അപ്പൊ തോന്നിയത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഫാക്ച്വലി കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ നമ്മള് ന്യൂസ് അല്ല പക്ഷെ ന്യൂസും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതും ഞാൻ ചിന്തിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ശരിയായിരിക്കും. കാലങ്ങൾ ചിലപ്പോൾ ചിന്തകൾ മാറ്റും, നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റി പറയാം. അതാണല്ലോ മനുഷ്യന് വേണ്ടത്. അതാണ് മനുഷ്യന് വേണ്ടത്. പേഴ്സണൽ ക്ലാരിറ്റിയിൽ ഇങ്ങനെ ആയിരിക്കും. അല്ല, മനുഷ്യന് അതാണ് വേണ്ടത്. നമുക്കിപ്പോ പഠിക്കാനും പഠിച്ചത് പറയാനും പറഞ്ഞത് മാറ്റി എനിക്കിത് ഗാന്ധിജി ശരിക്കും പറഞ്ഞിട്ടുള്ളതാണോ എന്ന് അറിയില്ല. ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള ഞാനൊരു വിഷയത്തിനെ പറ്റി 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഫൈനൽ അതിലേക്കുള്ള കണ്ടെത്തല്. ഞാൻ അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം. മനുഷ്യന് മാറാം. മാറുന്നത് ശരിയാവണമെന്നില്ല. ഞാൻ ഇന്ന് ഇത് പറഞ്ഞ നാളെ സാധനം മാറ്റി പറഞ്ഞു. അപ്പൊ ഏറ്റവും പുതിയ പറഞ്ഞ സാധനം അങ്ങനൊന്നുമില്ല. അത് നമ്മൾ കാലങ്ങൾ കൊണ്ട് നമുക്ക് പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ശരിയും തെറ്റുമൊക്കെ ആപേക്ഷികമാണ്. നിങ്ങൾ എവിടെ നിന്ന് നോക്കി കാണുന്നുള്ളതനുസരിച്ചിരിക്കും. ഓൺ ദാറ്റ് നോട്ട് നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ താഴെ കമന്റ് ഓൺ ദാറ്റ് നോട്ട് ബാംഗ്ലൂരിലൊക്കെ എല്ലാവരും വരാം. ടിക്കറ്റ് ലിങ്ക്സ് And please do subscribe and join our broadcast channels. Thank you. Okay, like, share, subscribe. Bye bye. Bye bye. Bye bye.